സോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റിൽ പ്രധാനമായിട്ട് പുതിയ പാറ്റേൺ ഫോളോ ചെയ്യാനാണ് നോക്കിയത് കൂടുതലായിട്ടും. പിന്നെ നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ ഒരു പോർഷനിൽ നമ്മളൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോകും. നിങ്ങൾക്ക് അവിടെ കീയും ഇപ്പോഴും നടക്കുന്ന ഒക്യാപ്പ് എന്ന് പറഞ്ഞ ഡെയിലി ക്വിസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ 100 ക്വസ്റ്റ്യൻസ് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസിൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുകയെന്ന് പെട്ടെന്ന് പറഞ്ഞുതരിക. ആ ഒരു ഐഡിയയിലാണ് ഡിസ്കഷൻസ് പോവുക. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഓക്കെ അല്ലേ? ഹലോ, വോയിസ് ഓക്കെ അല്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, നിങ്ങൾ വോയിസ് മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞാൽ മതി. ചാറ്റ് കാണുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്. സോ ഏതാ? ഹലോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്? ആ പറഞ്ഞോ. ഓക്കെ അല്ലേ? സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിബർട്ടീസ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു പേനയും പേപ്പർ എടുത്തു വെക്കുക. നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ക്രക്സ്, ഇതിന്റെ തീം എന്താണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ മ്യൂട്ടാക്കി വെക്കണേ. ഓക്കെ, മ്യൂട്ടാക്കി വെക്കണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിബർട്ടീസ് മെൻഷൻ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് പ്രിയാമ്പിൾ ആണ്. നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ടോപ്പിക് പ്രിയാമ്പിൾ ആണ്. പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾ ജസ്റ്റ് അത് ബൈ ഹാർട്ട് ചെയ്താൽ മതി. പ്രിയാമ്പിൾ ജസ്റ്റ് അത് ബൈ ഹാർട്ട് ചെയ്യുക. നമുക്ക് അറിയുന്ന പോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിബർട്ടീസ് മെൻഷൻ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് ക്വസ്റ്റ്യൻ. ലിബർട്ടി ഓഫ് ഓപ്പർച്യൂണിറ്റി, ബിലീഫ്, എക്സ്പ്രഷൻ ഒക്കെയാണ്. സോറി, ഓപ്പർച്യൂണിറ്റി ഇല്ല, ബിലീഫും എക്സ്പ്രഷനും ആണുള്ളത്. ബിലീഫും എക്സ്പ്രഷനും ഉള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ ആണ്. പ്രിയാമ്പിൾ അങ്ങ് ബൈ ഹാർട്ട് ചെയ്യുക. പ്രിയാമ്പിൾ അങ്ങ് ബൈ ഹാർട്ട് ചെയ്യുക. വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത് മെത്തേഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഓഫ് ദ ഗിവൺ അബോ ഈസ് ഓർ ആർ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീൻ ആണ്. നമുക്ക് അറിയുന്ന പോലെ തന്നെ 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീൻ സുപ്രീം കോടതി ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഒരു 10-20 കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ. സോ അത് നോക്കുക. അതിനകത്ത് എല്ലാം എന്താണ് ബേസിക് സ്ട്രക്ചറിന്റെ പാർട്ടാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓൾ 3 ആണ്. ഫെഡറൽ ക്യാരക്ടർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, റൂൾ ഓഫ് ലോ, ലിമിറ്റഡ് പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കുക കേട്ടോ, അതൊക്കെ നോക്കുക. സോ നെക്സ്റ്റ് വൺ, അത് ഏതൊക്കെ കേസിലാണ് വന്നതെന്ന് നിങ്ങളെ കീയിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കേസിലാണ് അത് വന്നതെന്ന് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കേശവാനന്ദ ഭാരതി കേസിൽ വന്നിട്ടുണ്ട്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഇന്ദിരാഗാന്ധി കേസാണ് 1973. ഇലക്ഷൻ കേസ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട് 1975. അത് നോക്കുക. ലിമിറ്റഡ് പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് വന്നിരിക്കുന്നത് മിനർവ മിൽസ് കേസിലാണ്. നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ, നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. ദയവായി മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്യാത്തവര് എക്സ്ക്യൂസ് മീ, മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്യാത്തവര്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെയും പ്രിയാമ്പിൾ ആണ്. ഒന്നാമത്തെ തീം പ്രിയാമ്പിൾ ആയിരുന്നു. രണ്ടാമത്തെ തീം ബേസിക് സ്ട്രക്ചർ ആണ്. മൂന്നാമത്തേതും പ്രിയാമ്പിൾ തന്നെയാണ് വന്നിരിക്കുന്നത്. നോക്കുക. The ideals behind the preamble were first laid down the objective resolutions adopted by the Constituent Assembly 1947 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്ത ആരാണ്? നെഹ്റു ആണ്. നോക്കുക. പ്രിയാമ്പിൾ ഈസ് എൻഫോഴ്സിബിൾ ഇൻ കോർട്ട് ഓഫ് ലോ ആണോ? പ്രിയാമ്പിൾ ഈസ് എൻഫോഴ്സിബിൾ ഇൻ കോർട്ട് ഓഫ് ലോ ആണോ? അല്ല കേട്ടോ, അല്ല. സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദ പ്രിയാമ്പിൾ അമെൻഡഡ് ഓൺലി വൺസ് സിൻസ് ഇറ്റ്സ് അഡോപ്ഷൻ. ശരിയാണോ? ശരിയാണ്. 1976 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് അമെൻഡ് ചെയ്തത്. എന്തൊക്കെയാണ് ആഡ് ചെയ്തത്? സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇന്റഗ്രിറ്റി, ഈ 3 വേർഡ്സ് ആണ് ആഡ് ചെയ്തത്. സോ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ദ കൺസെപ്റ്റ് ഓഫ് ഇക്വാലിറ്റി ബിഫോർ ലോ ഈസ് ഓഫ് ബ്രിട്ടീഷ് ഒറിജിൻ while the concept of equal protection of laws has been taken from the American Constitution. നേരെ ഉൾട്ടിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ഇത് കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യെസ്, കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഒറിജിൻ ആണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും വളരെ ശരിയാണ്. നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ആർട്ടിക്കിൾ 14 ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 14 ലക്ഷ്മികാന്ത് ബുക്കിൽ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വേർഡാണ്. ആർട്ടിക്കിൾ 14 സേസ് ദാറ്റ് സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ലോ ഓർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നിങ്ങൾ നോക്കേണ്ടത് ഈക്വാലിറ്റി ബിഫോർ ലോ, റൂൾ ഓഫ് ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, ആർട്ടിക്കിൾ 40 ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ 3 തീമായി നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് പാർലമെന്ററി പ്രിവിലേജസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു ബൗൺസർ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് വേണം പറയാം. നെക്സ്റ്റ് ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷെ പാർലമെന്ററി സിസ്റ്റം നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്, അതുകൊണ്ട് കൊടുത്തിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സോറി, ഫിഫ്ത് വൺ ഏതാണ് വരുന്നത്? ആൻസർ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് these are codified list of all privileges the members of parliament are entitled to in the course of parliamentary procedures and debates എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് കോഡിഫൈഡ് ആണോ? അത് കോഡിഫൈഡ് അല്ലോ, അത് കോഡിഫൈഡ് അല്ല. നെക്സ്റ്റ്, a notice of breach of privilege can be moved in the form of motion by any member including nominated members of house. അത് വളരെ കറക്റ്റ് ആണ്, അത് ശരിയാണ്. ആർക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. തേർഡ് വൺ, ദ ക്വസ്റ്റ്യൻ ഓഫ് പ്രിവിലേജ് ഷാൽ ബി റെസ്ട്രിക്റ്റഡ് ടു സ്പെസിഫിക് മാറ്റർ ഓഫ് റീസെന്റ് ഒക്കറൻസ്. അത് ശരിയാണ്. പണ്ട് കാലത്തെ പുരാതന കാര്യങ്ങളൊന്നും എടുത്ത് സഭേന്റെ സമയം മെനക്കെടുത്താനൊന്നും അവർ ചെയ്യൂല എന്തായാലും. അതൊക്കെ കോമൺ സെൻസിക്കലി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൻസേഴ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ ശരിയാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് രാജ്യസഭ ചെയർപേഴ്സൺ ഈസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് സ്ക്രൂട്ടിനി ഓഫ് ദ പ്രിവിലേജ് മോഷൻ ഇൻ ദ ഹൗസ് ഓഫ് സ്റ്റേറ്റ്സ്. അല്ലെ, ഹൗസ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയാണ്. അല്ലെ, രാജ്യസഭയാണ്, അപ്പർ ഹൗസ് ആണ്. സോ രാജ്യസഭ ചെയർപേഴ്സൺ ആയിരിക്കും ഫസ്റ്റ് ലെവൽ ഓഫ് സ്ക്രൂട്ടിനി. അത് പറയുന്നത് ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ഓൺലി 3 ആണ് കറക്റ്റ് ആൻസർ. ഓൺലി 3 ആണ് കറക്റ്റ് ആൻസർ. സിക്സ്ത് വൺ, ഓക്കെ, ഇത് നോക്കുക. പാർലമെന്ററി പ്രിവിലേജസ് എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ആ തീം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെക്കാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അമെന്റ്മെന്റ്സ്, ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. സിക്സ്ത് വൺ എന്ന് പറയുന്നത് ദ 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഇൻസർട്ടഡ് ആർട്ടിക്കിൾ 21A. ഇത്ര വരെ കറക്റ്റ് ആണ്. ടു പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻസ് ഓഫ് ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 8 to 14 ഇയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? 6 to 14 അല്ലേ? 6 to 14 ആണ്. 6 to 14 ആണ്. സിമ്പിൾ ഇതാണ്. നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇതെന്താണ്? ഇത് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ റിസർവേഷൻ ഓഫ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺസ് ഇൻ ഓൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഉണ്ടോ? ഒബിസിസിന് ഉണ്ടോ? ഇല്ല. അതാണ്. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി വന്നത്. നെക്സ്റ്റ് വൺ, സെവൻത് വൺ, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈൽ ഗ്രാൻഡിംഗ് എയ്ഡ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് മാനേജ്ഡ് ബൈ മൈനോറിറ്റി ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ അത്? ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കണേ, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദി റൈറ്റ് ടു റിസീവ് ഗവൺമെന്റ് എയ്ഡ് ഫോർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേറ്റഡ് ബൈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് കൺസിഡേർഡ് എ ഫണ്ടമെന്റൽ റൈറ്റ്. ആണോ? അങ്ങനെ ഗവൺമെന്റ് എയ്ഡ് കിട്ടും എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് എയ്ഡ് കിട്ടുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. നോക്കണം, മൈനോറിറ്റി റൈറ്റ്സ് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ 29 30 പഠിച്ചു വെക്കാൻ നോക്കണേ. റിലീജിയസ് അഫയേഴ്സ്, അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. 29 30 കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ ഒരു PYQ ആണ്. UPSC PYQ ആണ്. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ അല്ല ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് NCERTന്റെ ഒരു ബുക്ക് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് വായിക്കണേ. കോൺസ്റ്റിറ്റ്യൂഷൻ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. NCERT ബുക്കാണ്, എന്തായാലും വായിക്കണം. അതിനകത്ത് ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടേമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ലിബർട്ടി എന്താണ്, ഇക്വാലിറ്റി എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. സ്റ്റേറ്റ്, പാർലമെന്റ്, വോട്ടിംഗ് റൈറ്റ്സ്, ഡെമോക്രസി എന്താണ്, ഇതൊക്കെ പിക്ചർ കോഡുകൂടി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. സോ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷന് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡും ഫോർത്തും ഒക്കെ ഒരു സ്റ്റേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ ആണ്. കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് പെർമനന്റ്ലി ഒക്കുപ്പൈങ് എ ഡെഫിനിറ്റ് ടെറിട്ടറി വേണം, ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾ ആൻഡ് പൊസസിങ് ആൻഡ് ഓർഗനൈസ്ഡ് ഗവൺമെന്റ്. ഇതാണ് സ്റ്റേറ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. ഇത് എടുത്തിരിക്കുന്ന NCERT എന്നാണ്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ 9th വൺ ആണ്. 9th വൺ,
വിത്ത് റെഫറൻസ് ടു ഇന്ത്യ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി ചോദിക്കണേ. ഓക്കെ, വിത്ത് റെഫറൻസ് ടു ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. 9th one, ദർ ഈസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ആൻഡ് വൺ ഡൊമസൈൽ. ആണോ? ഒബ്വിയസ് ആണ് അല്ലെ? ആണ്, എന്തായാലും ആണ്, അങ്ങനെയാണ്, ശരിയാണ്. എ സിറ്റിസൺ ബൈ ബർത്ത് ക്യാൻ ഓൺലി ബിക്കം ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ആണോ? ഇന്ത്യ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയാൽ മാത്രമേ പറ്റുള്ളൂ? ഇല്ല, തെറ്റാണ് അല്ലെ? തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് വൺ, എ ഫോറിനർ വൺസ് ഗ്രാൻഡഡ് സിറ്റിസൺഷിപ്പ് കനോട്ട് ബി ഡിപ്രൈവ്ഡ് ഓഫ് ഇറ്റ് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. ആണോ? അല്ല, നമുക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, റിനൗൺസിയേഷൻ പറയുന്നുണ്ട്, പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സിറ്റിസൺഷിപ്പ് എങ്ങനെ എക്സ്പൾഷൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. എനി സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് തെറ്റാണ്. എക്സ്ട്രീം വേർഡ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക, മാക്സിമം നോക്കുക. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ, സോ നിങ്ങൾ എഴുതിയെടുക്കേണ്ട തീം സിറ്റിസൺഷിപ്പ് ആണ്. സിറ്റിസൺഷിപ്പ് ആണ് എഴുതിയെടുക്കേണ്ട തീം. ഈ പോർഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക കേട്ടോ. നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യണേ. Okay, which one of the following in Indian polity is an essential feature that indicates that is federal character എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Which one of the following in Indian polity is essential feature of that indicates the federal in character എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ആണ്. The independence of judiciary is safeguarded. Independence of judiciary എന്ന് പറയുന്നത് എന്താണ്? എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ഫെഡറൽ ക്യാരക്ടർ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പോളിറ്റി ലക്ഷ്മികാന്തിലും നിങ്ങൾ NCERT-യിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഫെഡറലിസം, ഫെഡറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ള എലമെന്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ ബി വായിച്ചു നോക്ക്. ദ യൂണിയൻ ലെജിസ്ലേച്ചർ ഹാസ് എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഫ്രം കോൺസ്റ്റിറ്റ്യൂവന്റ്. അതാണോ ഫെഡറൽ ക്യാരക്ടറിന്റെ? അല്ല, അതല്ല. നെക്സ്റ്റ്, യൂണിയൻ ക്യാബിനറ്റ് ക്യാൻ ഹാവ് എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഫ്രം റീജിയണൽ പാർട്ടീസ്. അതുമല്ല. The fundamental rights are enforceable by courts of law. The fundamental rights are enforceable by courts. Okay, sorry, അത് രണ്ടു വട്ടം ആവർത്തിച്ചിട്ടുണ്ട്, സോറി. അതും അല്ല. ഓക്കെ, എന്താണ്? ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആണ് ഫെഡറലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറിയോ? ഇൻഡിപെൻഡന്റ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഫെഡറലിസത്തിന്റെ ക്യാരക്ടറാണ്. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറിയോ? യെസ്, യൂണിറ്ററി നാച്ചർ ആണ്. ശ്രദ്ധിക്കണം, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി യൂണിറ്ററി നാച്ചർ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഫെഡറലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. നോക്കാം. 11th one സിമ്പിൾ ആണ്. നിങ്ങൾ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1783, 84, ചാർട്ടർ ആക്ട് ഓഫ് 1793, ചാർട്ടർ ആക്ട് ഓഫ് 1813, 1833, 1853, 1858, 1861. ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ വേണം, എന്തായാലും ധാരണ വേണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം എല്ലാ ചാർട്ടർ ആക്ടും റെഗുലേറ്റിംഗ് ആക്ട് ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് മെയ്ഡ് ദ ഗവർണേഴ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസീസ് സബോർഡിനേറ്റ് ടു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ്. എന്താണ്? നമുക്ക് അറിയുന്ന പോലെ തന്നെ വാറൻ ഹേസ്റ്റിംഗ്സ്, നമ്മുടെ റോബർട്ട് ക്ലൈവ് പോയി, എന്നിട്ട് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 വന്നു അല്ലെ. റോബർട്ട് ക്ലൈവിന് എന്ത് സംഭവിച്ചു? 1772 ആവുമ്പോൾ അവിടെ വിചാരണ നേരിട്ടു. ബ്രിട്ടനിൽ പോയിട്ട് ഇത്രയും പണവും കാര്യങ്ങളൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പോരാ എന്ന് മനസ്സിലായി. കുറച്ചും കൂടി കൺട്രോളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് മനസ്സിലായി. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 കമ്പനീന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, സോ ആക്ട് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണേ. 12th question, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണ്. നെക്സ്റ്റ് ആക്ട്, എല്ലാ ആക്ടും ടച്ച് ചെയ്തിട്ടുണ്ട്, നോക്കുക. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റത്തെ, കമ്പനീസ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ വർ ദ ഫസ്റ്റ് ടൈം കോൾഡ് ദ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ. ശരിയാണത്. നിങ്ങൾ ആക്ട് വായിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ്. കമ്പനീസ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ വർ ഫോർ ദ ഫസ്റ്റ് ടൈം കോൾഡ് ദ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ. നമ്മൾക്ക് ഡൗട്ട് വരും ചിലപ്പോൾ, അത് 1858 അല്ലേ എന്നൊക്കെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അല്ല, ആക്ച്വലി കമ്പനീസ് ടെറിട്ടറി ഇൻ ഇന്ത്യ വർ ഫോർ ദ ഫസ്റ്റ് ടൈം കോൾഡ് ദ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആക്ച്വലി ഫസ്റ്റ് ഇതിലാണ്, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ഇറ്റ് അതറൈസ് ദ ലോക്കൽ ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ ടു ഇമ്പോസ് ടാക്സസ് ഓൺ പേഴ്സൺസ്. ആണോ? അതല്ല, അത് തെറ്റാണ്. അത് ചാർട്ടർ ആക്ട് ഓഫ് 1813 വന്നത്. 1813 ചാർട്ടർ ആക്ട് ഓഫ് 1813 വന്നത്.
നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ട. ആണോ? സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ട വന്നത് എന്തിനാണ്? 1773 എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ ക്വസ്റ്റിനിൽ പറഞ്ഞതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? കുറച്ചും കൂടി കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവിടുത്തെ ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ജുഡീഷ്യറിന്റെ ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കി 1774 ആകുമ്പോഴേക്ക് കൽക്കട്ടയിൽ ഒരു സുപ്രീം കോർട്ട് സ്ഥാപിച്ചു. അല്ലെ? ഇതാണ് ഉണ്ടായത്. 1774 ഉണ്ടായത്. 1773 ആക്ട് പ്രകാരമാണ് അത് ഉണ്ടായത്. സോ ഇത് രണ്ടും അല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 ഓൺലി മാത്രമാണ് കറക്റ്റ്. ഓക്കെ, 13th ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1833 ഇറ്റ് എൻഡഡ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ കൊമേഴ്ഷ്യൽ ബോഡി. നമുക്കറിയാവുന്ന പോലെ തന്നെ കറക്റ്റ് ആണ്. വിച്ച് ബിക്കം എ പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. കറക്റ്റ് ആണ്. ചാർട്ടർ ആക്ട് ഓഫ് 1813 ഏതാണ്? ഇറ്റ് കണ്ടിന്യൂഡ് ദ മൊണോപ്പൊളി ഓഫ് കമ്പനി ഓവർ ട്രേഡ് ഇൻ ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന. അല്ലെ? 1813 ആകുമ്പോഴേക്ക് 33 ആകുമ്പോഴേക്ക് അത് ഒഴിവാക്കി. ചാർട്ടർ ആക്ട് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്താണ്? ഇറ്റ് ഫോംഡ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു റിപ്പോർട്ട് ഓൺ ഇറ്റ്സ് റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ. കറക്റ്റ് ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല. നിങ്ങൾ ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇതിന്റെ തീമാണ്. ഏതൊക്കെ പോർഷൻസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള തീമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നേരത്തെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വന്നതാണ് എന്ത്? ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അല്ലെ? ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ ദ Government of India Act of 1935 have been incorporated in the Constitution of India in the year 1950 as എന്താണ്? സിമ്പിൾ ആണ്. 14 യെസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് DPSP ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 15th one, in India, if a religious sect or community is given the status of national minority, what special advantages is it entitled to എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇത് UPSC PYQ ആണ്. UPSC ക്വസ്റ്റ്യൻ ആണ്. PYQ ആണ്. അത് അങ്ങനെ എടുത്തിട്ടാണ്. സോ എന്താണ് 15th one? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എക്സ്ക്ലൂസീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് പറ്റും. രണ്ടാമത്തെ എന്താണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓട്ടോമാറ്റിക്കലി നോമിനേറ്റ്സ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ടു ലോക്സഭ. അങ്ങനെയുണ്ടോ? ഇല്ല. പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന എത്ര പേരെയാണ്? 12 പേരെയാണ്. എവിടെയാണ്? രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അല്ലെ? ഗവർണേഴ്സ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഗവർണേഴ്സ് ഏതിലേക്ക്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണോ? ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പ്രസിഡന്റോ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റിലാവും കോപ്പറേറ്റീവ് സെക്ടറും കൂടി ഉണ്ട്. കോപ്പറേറ്റീവ് സെക്ടറിലെ എക്സലൻസ് തെളിയിച്ച ആൾക്കാരെയും കൂടി നോമിനേറ്റ് ചെയ്യും. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആവുമ്പോഴോ ആ സെക്ടർ ഇല്ല, കോപ്പറേറ്റീവ് സെക്ടർ ഇല്ല കേട്ടോ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് വരിക, എക്സാമിന് വരിക. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണർ, ഇതൊക്കെ തിരിച്ചു മറിച്ചിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 15 ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ 16th one ആണ്. 16th one, വിച്ച് ഓഫ് ദ എബോ ഈസ് ഓർ ആർ ഹ്യൂമൻ റൈറ്റ് ഓർ ഹ്യൂമൻ റൈറ്റ്സ് അണ്ടർ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്കറിയോ ഇത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? ഇല്ല, അറിയില്ല. ആ ഒരു ടൈപ്പിൽ തന്നെ എടുക്കുക. അറിയില്ല. പക്ഷെ എന്താണ്? ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ പരിധിയിൽ പെടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ എന്തായിരിക്കും? ശരിയായിരിക്കും. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വേണ്ടേ? വേണം. റൈറ്റ് ടു ഈക്വൽ ആക്സസ് ടു പബ്ലിക് സർവീസ് വേണ്ടേ? വേണം. റൈറ്റ് ടു സെക്യൂരിറ്റി ഇൻ ദ ഇവന്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വേണ്ടേ? വേണം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. The distribution of powers between the center and the states in the Indian Constitution is based on the schemes provided in the 17th one ആണ്. നമ്മൾ എന്ത് പഠിക്കണം? ഓരോ സ്കീമും പഠിക്കണം എന്ന് പറഞ്ഞു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 പ്രകാരമാണ് distribution of powers between center and states in Indian Constitution is based on schemes provided in the Government of India GOI 1935 പ്രകാരമാണ് വന്നത്. നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സെക്യുലറിസം. നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് സെക്യുലറിസം മാത്രമല്ല, പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. അത് വായിച്ചു നോക്കുക കേട്ടോ. എന്തായാലും വായിക്കണം, മനസ്സിരുത്തി വായിക്കുക. 1 2 തവണ വായിച്ചാലും അത്രയും ഉപകാരപ്പെടും. കാരണം ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് UPSC എക്സാം ഹാളിലും. ഓക്കെ, എന്താണ്? Consider the following statement with respect to secularism. According to the Western model, religious classifications can be the basis of public policy. ആണോ? ഫസ്റ്റ് വൺ ആവാം, അല്ലെ? ആവാം. പിന്നെ എന്താണ്? The state would not hinder the activities of religious communities. ആണോ? അതും പറയാൻ വേണ്ടി പറ്റില്ല. The scope of community based rights in Western model is negligible. ആണോ? 18ാമത്തത്, The Western model of secularism is inspired mainly by American model. അങ്ങനെയാണ്. No religious classifications can be based on public policy ആണ്. Western model of secularism പ്രകാരം
ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം പ്രകാരം ക്ലാസിഫിക്കേഷൻ പറ്റും, പക്ഷെ ഇതെന്താണ്, ഇത് പറ്റില്ല. ഓക്കെ, റിലീജിയസ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി ഓൺ ദ ബേസിസ് ഓഫ് പബ്ലിക് പോളിസി, അത് പറ്റില്ല. ദ സ്റ്റേറ്റ് വുഡ് നോട്ട് ഹിൻഡർ ദി ആക്ടിവിറ്റീസ് ഓഫ് റിലീജിയസ് കമ്മ്യൂണിറ്റി, അത് ശരിയാണ്. ദ സ്കോപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റൈറ്റ്സ് ഇൻ വെസ്റ്റേൺ മോഡൽ ഈസ് നെഗ്ലിജിബിൾ, അതും ശരിയാണ്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. ഇന്ത്യൻ മോഡൽ ആകുമ്പോൾ നേരെ ഉൾട്ടയാണ്. എന്താണ്, റിലീജിയസ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി ഓൺ ദ ബേസിസ് ഓഫ് പബ്ലിക് പോളിസി, അത് പറ്റാം. ഓക്കെ, അത് കൊണ്ടുവരാം. പിന്നെ എന്താണ്, സ്റ്റേറ്റ് വുഡ് നോട്ട് ഹിൻഡർ ദി ആക്ടിവിറ്റീസ് ഓഫ് റിലീജിയസ് കമ്മ്യൂണിറ്റി ആണോ ഇന്ത്യയിൽ? അല്ല. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്, ഇതിനൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ഇന്റർഫിയർ ചെയ്യാം. ഓക്കെ, ദ സ്കോപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റൈറ്റ്സ് ഇൻ വെസ്റ്റേൺ മോഡൽ ഈസ് നെഗ്ലിജിബിൾ, അതാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണോ? ഇന്ത്യയിൽ അങ്ങനെയല്ല. റിലീജിയസ് മൈനോറിറ്റീസ് ഒക്കെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ റൺ ചെയ്യാനുള്ള അധികാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, 19th one, how many of the above conditions can be necessarily on the basis of formation of national state എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദ പീപ്പിൾസ് ഷെയർഡ് ബിലീഫ് ഇൻ എ കളക്റ്റീവ് ഐഡന്റിറ്റി ആണോ? ശരിയാണ്. ദ സെൻസ് ഓഫ് കണ്ടിന്യൂയിങ് ഹിസ്റ്റോറിക്കൽ ഐഡന്റിറ്റി അമോങ് പീപ്പിൾ ആണ്. പീപ്പിൾ ഹാവ് എ ഷെയർഡ് വിഷൻ ഓഫ് സ്റ്റേറ്റ് ദേ വാണ്ട് ടു ബിൽഡ് ആണ്. എല്ലാം ശരിയാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ ഓഫ് നാഷണൽ സ്റ്റേറ്റ് എന്താണ്, ഈ 3 രാജ്യങ്ങളിലും പറ്റും. ഇന്ത്യന്റെ എന്താണ് എനിവൺ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ത്യന്റെ എന്താണ് ഇതിനകത്ത്? ഇന്ത്യനെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് വൺ ആണ്. ദ സെൻസ് ഓഫ് കണ്ടിന്യൂയിങ് ഹിസ്റ്റോറിക്കൽ ഐഡന്റിറ്റി അമോങ് ദ പീപ്പിൾ ആണ്, അല്ലെ? നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എവിടെയോ കിടക്കുന്ന ബർമയിൽ കിടക്കുന്ന ആസാം, നോർത്ത് ഈസ്റ്റ് റീജിയനൊക്കെ ഇന്ത്യയിലേക്ക് ചേർത്ത്, പിന്നെന്താണ്, ജമ്മു കാശ്മീർ പോലുള്ള ഓക്കെ നാഷണൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ആണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതും നമ്മുടെ വിഷനാണ്, ഇതും നമ്മുടെ വിഷനാണ്. ഷെയർഡ് പിന്നെ കളക്റ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആണ്. 19. 20 എന്താണ് വരുന്നത്? 20 വിത്ത് റെഫറൻസ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്സ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്സ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. റൈറ്റ്സ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ 23യും 24 ആണ് വരുന്നത്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഏതിലാണ് വരുന്നത്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി 17 ആണ്. പിന്നെ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഫോഴ്സ് ലേബർ, അത് ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആണോ? അല്ല. പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസ് ആണോ? അതെ. സോ ഇതും ഫസ്റ്റ് വൺ ആൻഡ് ഫോർത്ത് വൺ ആണ് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, 21st ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു കൺസെപ്റ്റ് ഓഫ് റൈറ്റ്സ് ആണ്. നേരത്തെ സ്റ്റേറ്റ്സിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു, ഇപ്പൊ റൈറ്റ്സ് ആണ് ചോദിക്കുന്നത്. റൈറ്റ്സ് എന്താണ്? റൈറ്റ്സ് ആർ പ്രിവിലേജസ് വിച്ച് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. പ്രിവിലേജസ് ആണോ? പ്രിവിലേജസ് അല്ല കേട്ടോ. പ്രിവിലേജസ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ തെറ്റാണ്. നെക്സ്റ്റ്, റൈറ്റ്സ് ആർ പ്രിവിലേജസ് ഓഫ് ഫ്യൂ സിറ്റിസൺസ് അഗെയിൻസ്റ്റ് മെനി ആണോ? അതും പ്രിവിലേജസ് ആണ്, അതല്ല. റൈറ്റ്സ് ആർ ക്ലെയിംസ് ഓഫ് സ്റ്റേറ്റ്സ് അഗെയിൻസ്റ്റ് ദ സിറ്റിസൺ ആണോ? അതുമല്ല, അല്ലെ? അതുമല്ല. ക്ലെയിംസ് ഓഫ് സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് സിറ്റിസൺ അല്ല, നേരെ തിരിച്ചാണ്. സിറ്റിസൺസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 22nd question. With respect to the concept of gender equality ensured by the Constitution of India, consider the following statement എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ജെൻഡർ ഇക്വാലിറ്റിന്റെ ബേസിലാണ്. ഫസ്റ്റ്, how many of the above statements is or are correct എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് എൻകറേജ് സിറ്റിസൺസ് ടു റിനോൺസ് പ്രാക്ടീസസ് ഡെറിഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വുമൺ ആണോ? ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ആണോ കൊടുത്തിരിക്കുന്നത്? അല്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലേ? ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ്, അല്ലെ? നെക്സ്റ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് secures equally the right to an adequate means of livelihood for both men and women ആണോ? അല്ല. ഇത് നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് രണ്ടും. നെക്സ്റ്റ് വൺ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷുർ ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് ഫോർ മെറ്റേണിറ്റി റിലീഫ് ഫോർ വുമൺ ആണോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നെക്സ്റ്റ് വൺ, കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർസ് ഹാഫ് ഓഫ് ദ സീറ്റ്സ് ടു ബി റിസർവ്ഡ് ഫോർ വുമൺ ഇൻ പഞ്ചായത്ത് ആണോ? ഹാഫ് ഓഫ് ദ സീറ്റ്സ് അല്ല. എത്രയാണ് സീറ്റ്? 1/3, 33% ആണ്. നോക്കാട്ടോ. സോ നൺ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 23rd ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു പാർട്ട് 3rd ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. പാർട്ട് 3rd, പാർട്ട് 4A, പാർട്ട് 4 ഒക്കെ. സോ ശ്രദ്ധിക്കുക, പാർട്ട് 3rd നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഹൗ മെനി ഓഫ് ദി എബോവ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺ ആസ് വെൽ ആസ് ഫോറിനേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. 23rd ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൈലബിൾ ഓൺലി ഫോർ സിറ്റിസൺസ് ഏതൊക്കെയാണ്? ഇന്ത്യക്കാർക്ക് മാത്രമുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് 15,
16, 19, 29, 30 ആണ്. 15, 16, 19, 29, 30. ഇത് ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതാണ്, ബാക്കിയൊക്കെ രണ്ടുപേർക്കുള്ളതാണ്. ബോത്ത് സിറ്റിസൺ ആസ് വെൽ ആസ് ഫോറിനേഴ്സ്. ഓക്കെ, ഇതിനകത്ത് പെടാത്തത് അങ്ങ് കളഞ്ഞാൽ മതി. നോക്കാം. പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്, അത് ശരിയാണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതും ശരിയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണോ? ഇല്ല, അത് 19ലാണ്. അത് 19ലാണ്. ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് ഉണ്ട്. റൈറ്റ്സ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് പ്ലേസ് ഓഫ് ബർത്ത്, അതും ഇല്ല. നോക്കുക. ഹൗ മെനി ഓഫ് ദി എബോ, അതും ഉണ്ട്, അതും പറ്റും. ഓക്കെ, ഹൗ മെനി ഓഫ് ദി എബോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺ ആസ് വെൽ ആസ് ഫോറിനേഴ്സ് എന്ന് പറയുമ്പോൾ 23rd ഓൺലി 3 ആണ് വരുന്നത്. ഓൺലി 3 ആണ് വരുന്നത്. ഓക്കെ, 5th വണ്ണും പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്. How many of the following are reasonable restrictions on the rights to freedom of speech under expression under Article 19 ആണ്. Contempt of court, decency and morality, sedition, friendly relation with a foreign state, incitement to an offense. ഇത് ഏതാണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 24th. ഇതിനകത്ത് പറയുന്നത് സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ ദി എക്സസൈസ് ഓഫ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് sovereignty and integrity of India, security of the state, friendly relations with the foreign states, public order, decency or morality, contempt of court, defamation and incitement to an offense. ഇതൊക്കെയാണ് നോക്കുക. സോ 24th ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓൺലി 4 ആണ്. 25th, which part of the Constitution of India declares the ideal of വെൽഫെയർ സ്റ്റേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ DPSP ആണ്. DPSP ഏതിലാണ്? പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 4 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. സന്താനം കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം 1976 ആഡ് ചെയ്തതാണ്. അതൊക്കെ നോക്കുക. ഓക്കെ, 26th ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. How many of the above can be considered for the application of emergency provisions in the constitution എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 26th ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 ആണ്. ഏതാണ് വരാത്തത്? How many of the above can be considered for the application of emergency provisions in the constitution ആണ്. Internal subvention when the government deliberately acting against the constitution ഒന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ to prevent corruption in India ആണോ? അല്ലാട്ടോ. ഓക്കെ, ടു സേഫ് ഗാർഡ് സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ, അതും സ്റ്റേറ്റ് ശരിയാണ്. സോ എമർജൻസി പ്രൊവിഷൻസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സോ 27th ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 27th വൺ, ഓൾ മണി ബിൽസ് ഓർ അതർ ഫിനാൻഷ്യൽ ബിൽസ് ഓഫ് ദ സ്റ്റേറ്റ്സ് ക്യാൻ ബി റിസർവ്ഡ് ഫോർ ദ പ്രസിഡന്റ് ആണോ? എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസിന്റെ കേസിൽ പറ്റും കേട്ടോ, പറ്റും. നെക്സ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് ദ പ്രസിഡന്റ് മേ ഡിക്ലെയർ റിഡക്ഷൻ ഇൻ ദ സാലറീസ് ഓഫ് പേഴ്സൺ സർവിംഗ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ, അതും പോസിബിൾ ആണ്. ദ പ്രസിഡന്റ് ക്യാൻ റിഡ്യൂസ് ദ സാലറി ഓഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്, അതാണ് നമുക്ക് ഡൗട്ട് വരാൻ വേണ്ടി പറ്റുന്നത്. സോ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിനെ ബാധിക്കില്ല എന്നൊക്കെ ഡൗട്ട് വരാം, പക്ഷെ അതും പോസിബിൾ ആണ് കേട്ടോ, അതും പോസിബിൾ ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൾ ത്രീ ആർ കറക്റ്റ് കേട്ടോ. ഫിനാൻഷ്യൽ എമർജൻസിന്റെ സമയത്ത് ഇതൊക്കെ പറ്റും. നെക്സ്റ്റ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി, അതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദാർ കമ്മീഷൻ, JVP കമ്മിറ്റി, ഫസൽ അലി കമ്മീഷൻ. ഇതിന്റെ മെമ്പേഴ്സ് ഒക്കെ പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷെ അതിനകത്ത് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പഠിക്കുക. ഇത് ബേസിസ് ഓഫ് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ആണോ പറഞ്ഞിരിക്കുന്നത്, അല്ല വേറെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. സോ ഇതിനകത്ത് ധാർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആസ് ബേസിസ് ഓഫ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് JVP കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് റിജക്റ്റഡ് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഫസൽ അലി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ആക്സെപ്റ്റഡ് 1 ലാംഗ്വേജ് 1 സ്റ്റേറ്റ് ഫോർമുല ആണോ? അതിൻ്റെ അകത്ത് എന്താണ് ഫസൽ അലി കമ്മീഷന്റെ മാത്രമാണ് തെറ്റ് വരുന്നത്. JVP കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉണ്ടായത്? JVP കമ്മിറ്റിയിൽ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പിന്നെ പട്ടാഭി സീതാരാമയ്യ, ഈ 3 പേരാണ് ഉണ്ടായത്. ഫസൽ അലി കമ്മീഷൻ പഠിക്കുക. ഫസൽ അലി കമ്മീഷൻ ആണ് 1 ലാംഗ്വേജ് 1 സ്റ്റേറ്റ് ഫോർമുല തള്ളിക്കളഞ്ഞായിരുന്നു, റിജക്ട് ചെയ്തായിരുന്നു. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓൺലി 2 പേയേഴ്സ് ആണ് കറക്റ്റ്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909. മോർലി മിൻഡോ റിഫോംസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്,
it introduced the concepts of separate electorates for Muslims. Correct another. Correct ആണ്. The number of members in the Central Legislative Council was raised from 16 to 60. അത് നമുക്ക് അറിയില്ല. അതവിടെ വെക്കട്ടെ. അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ്, ഇറ്റ് റെക്കമെൻഡഡ് ഡയറക്റ്റ് elections for the first time. ആണോ? സോറി. It introduced the concepts of separate electorate for Muslims എന്ന് പറഞ്ഞിട്ടുണ്ട്. Next one, the number of members in the Central Legislative Council were raised from 16 to 60 എന്ന് പറയുന്നുണ്ട്. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോറി കേട്ടോ, നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കീയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോറി കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് കേട്ടോ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ കീയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 29th ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 29th ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 30. നോട്ട് കറക്റ്റ് അല്ല, കറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, 1 and 2 ഓൺലി ആണ്. 1 and 2 ഓൺലി ആണ്. ഡയറക്റ്റ് എലക്ഷൻസ് ഒക്കെ വരുന്നത് കുറെ വൈകിട്ടാണ്. 1909 ഡയറക്റ്റ് എലക്ഷൻ ഇല്ല. സോ അത് ഒഴിവാക്കിയാൽ തന്നെ ആൻസർ 1 and 2 കിട്ടും. നോട്ട് കറക്റ്റ് ആണ്, സോറി, അത് പറ്റിപ്പോയി. നെക്സ്റ്റ് 30 ആണ്. സ്റ്റേറ്റ്മെന്റ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ 30 ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റും സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് കറക്റ്റും ആണ്. നോക്കുക, പാർലമെന്റ് ഓഫ് ഇന്ത്യ ലൈക്ക് ദാറ്റ് ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ് എ സോവറിൻ ബോഡി. ആണോ? അല്ല, അല്ല. ഓക്കെ, അതാണ് നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത പാർലമെന്ററി സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് അഡോപ്റ്റഡ് ഫ്രം ബ്രിട്ടീഷ് മോഡൽ. ബ്രിട്ടീഷ് മോഡലിലാണ്, പക്ഷെ എന്താണ്, സോവറിൻ ബോഡി അല്ല. സോവറിൻ ബോഡി അല്ല. സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവേഴ്സും നമ്മുടെ സോവറിനിറ്റി എന്താണ്, അങ്ങനെയല്ല. പാർലമെന്ററി സോവറിനിറ്റി അല്ല. 31st ക്വസ്റ്റ്യൻ റിപ്പബ്ലിക്കിന്റെ മീനിങ് ആണ്. റിപ്പബ്ലിക്കിന്റെ മീനിങ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് മീനിങ് ഓഫ് റിപ്പബ്ലിക് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എ സ്റ്റേറ്റ് വിത്ത് ഡെമോക്രാറ്റിക്കലി എലക്ടഡ് ഗവൺമെന്റ്. ആണോ? ആട്ടോ. നെക്സ്റ്റ്, ദ സ്റ്റേറ്റ് കണ്ടെയ്നിങ് കോർട്ട് വിച്ച് ഹാസ് എ ജുഡീഷ്യൽ റിവ്യൂ. അതുമല്ല. എ സ്റ്റേറ്റ് വിച്ച് അബൈഡ്സ് സ്ട്രിക്ട്ലി ബൈ കോൺസ്റ്റിറ്റ്യൂഷണലിസം. അതുമല്ല. ലാസ്റ്റ് വൺ ആണ് കറക്റ്റ് കേട്ടോ. എലക്ടഡ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് റിപ്പബ്ലിക്കിന്റെ ആക്ച്വൽ മീനിങ്. റിപ്പബ്ലിക്കിന്റെ ആക്ച്വൽ മീനിങ് നിങ്ങൾ ലക്ഷ്മികാന്തില് ആക്ച്വലി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇങ്ങനത്തെ പോർഷൻസും എടുത്ത് വായിച്ചു നോക്കുക കേട്ടോ. ഓരോ പോർഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ട് വായിച്ചു നോക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു സിറ്റിസൺഷിപ്പ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു സിറ്റിസൺഷിപ്പ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദ സിറ്റിസൺ ഹാസ് അൺലോഫുള്ളി ട്രേഡഡ് ഓർ കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദ എനിമി ഡ്യൂറിംഗ് ദ വാർ. അതെന്താണ്? സിറ്റിസൺഷിപ്പ് പോകാനുള്ള ഒരു ഗ്രൗണ്ട് ആണ്. ബീയിങ് ഇംപ്രിസൺഡ് ഇൻ എനി കൺട്രി for 1 year within 5 years after registration or naturalization. അത് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, an Indian citizen voluntarily acquires the citizenship of another country. അതും എന്താണ്? അത് ഗ്രൗണ്ട് ആണ്. ഷോയിങ് ഡിസ്ലോയലിറ്റി ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതും എന്താണ്? ഗ്രൗണ്ട് ആണ്. അതും എന്താണ്? ഗ്രൗണ്ട് ആണ്. അതും എന്താണ്? ഗ്രൗണ്ട് ആണ്. ആകെ എന്താണ് പ്രശ്നം? ബീയിങ് ഇംപ്രിസൺഡ് ഇൻ എനി കൺട്രി 2 years ആണ്. 3 ഓൺലി ആണ് ആൻസർ. 3 years അല്ല, 2 years ആണ്. 1 year അല്ല, 2 years ആണ്. 2 years അതിന്റെ മുകളിൽ പോയാലാണ് ആക്ച്വലി ഇത് വരുന്നത്. ഓക്കെ, പ്രശ്നം വരുന്നത്, ലോസിംഗ് സിറ്റിസൺഷിപ്പ് വരുന്നത്. സോ ആൻസർ ഓൺലി 3 ആണ്. 32 ഓൺലി 3 ആണ് വരുന്നത്. ഓൺലി 3 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 33. Consider the following statement in reference to various cases and a constitution amendment in India. Next, the constitutional validity of First Amendment Act 1951 was challenged in Shankari Prasad case. The constitutional validity of First Amendment Act 1951 was challenged in Shankari Prasad case എന്ന് പറയുന്നുണ്ട്. Second one, the Indira Gandhi case, Indira Gandhi Nehru case, the courts declared that election disputes of the Prime Minister are immune from judicial review. അത് പറഞ്ഞിട്ടുണ്ട്. Next, Golaknath case brought the Constitutional Amendment Act within the ambit of Article 13 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്.
ശങ്കരി പ്രസാദ് കേസിൽ പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി അമെൻഡഡ് ബൈ ദ പാർലമെന്റ് അണ്ടർ ആർട്ടിക്കിൾ 368. പക്ഷെ എന്താണ് ഫസ്റ്റ് അമെൻമെന്റ് ആക്ട് വിച്ച് കർട്ടൈൽ ദ റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ചലഞ്ച്ഡ്. ശങ്കരി പ്രസാദ് കേസിൽ അതാണ് ഫസ്റ്റ് ആക്ട് ചലഞ്ച് ചെയ്തതാണ്, ഫസ്റ്റ് ശരിയാണ്. സെക്കൻഡ് വൺ, ഇന്ദിരാഗാന്ധി കേസിൽ എന്താണ് കോർട്സ് ഡിക്ലെയർ ദാറ്റ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് ഓഫ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ആർ ഇമ്മ്യൂൺ ഫ്രം ജുഡീഷ്യൽ റിവ്യൂ. അത് ആക്ച്വലി ചെയ്തിരിക്കുന്ന സുപ്രീം കോർട്ട് ഇൻവാലിഡേറ്റ് ദ പ്രൊവിഷൻ ഓഫ് 39th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആണ് കേട്ടോ. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അത് പറഞ്ഞിരിക്കുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂൺ ഫ്രം ജുഡീഷ്യൽ റിവ്യൂ എന്നാണ്. അതെന്ത് ചെയ്തു, അത് തെറ്റാണെന്ന് പറഞ്ഞു. തേർഡ് വൺ ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ആണ്. Consider the following statement. It provided for the Governor General of India appointed by British King on the advice of Dominion Cabinet എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട്, the Constitution of India repealed the Indian Independence Act. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ ഇതിന്റെ നോക്കുക. തേർഡ് വൺ, the Governor General would have full control to ascend to a bill in the name of His Majesty എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ശരിയാണ്. ഫോർത്ത് വൺ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഫോർത്ത് വൺ എന്താണ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് സി രാജഗോപാലാചാരി ആണോ? അല്ല, സി രാജഗോപാലാചാരി അല്ല, മൗണ്ട് ബാറ്റൺ ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ന്യൂ ഡൊമിനിയൻ ഓഫ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ബാക്കിയൊക്കെ ശരിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ആ ആക്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ പോളിറ്റി പ്രകാരം ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട്. 35th ആണ് ക്വസ്റ്റ്യൻ നമ്പർ 35th. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1813 എൻറ്റർ ദ കമ്പനീസ് മോണോപ്പൊളി ഓവർ ട്രേഡ് ഇൻ ഇന്ത്യ എന്നാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ അതല്ല. നെക്സ്റ്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 അബോളിഷ്ഡ് ഡയാർക്കി ഇൻ പ്രൊവിൻസസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഇൻ ഇറ്റ്സ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത്, ചാർട്ടർ ആക്ട് ഓഫ് 1793 ബാൻഡ് ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഫ്രം ക്യാരിങ് ഔട്ട് പ്രൈവറ്റ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Fourth one, Charter Act of 1813 provided for 1 lakh rupees for the promotion of literature and science. Fourth one എന്തായാലും തെറ്റാണെന്ന് നമുക്കറിയാം. അതേതാണ് ആക്ട്? അത് 1833 അല്ലെ? 1833 റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ് ആക്ച്വലി എന്ത് ചെയ്തത്, പ്രൊഹിബിറ്റഡ് ദ സർവൻസ് ഫ്രം കമ്പനി ഫ്രം എൻഗേജിങ് പ്രൈവറ്റ് ട്രേഡ് കേട്ടോ. പ്രൈവറ്റ് ട്രേഡിൽ എൻഗേജ് ചെയ്യുന്നതെന്ന് തടഞ്ഞത്. സോ ആൻസർ എന്താണ്? ആൻസർ ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 36th question. Consider the following statement in reference to the term territory of India ആണ്. Sir, 35th question ലെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഫസ്റ്റ് രണ്ടെണ്ണം. ചാർട്ടർ ആക്ട് 1830 entered the company's monopoly of the trade. അത് 33 സാർ? യെസ്, 1833. സെക്കൻഡ് വൺ ശരിയാണ്, പ്രൊവിൻഷ്യൽ ഓട്ടോണമി. ഇത് 1833 സോറി, ഒരു മിനിറ്റ്. ചാർട്ടർ ആക്ട് ഓഫ് 1793 ബാൻഡ് ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഫ്രം ക്യാരിങ് ഔട്ട് പ്രൈവറ്റ് ട്രേഡ്. ആക്ച്വലി ഇത് ബാൻ ചെയ്യുന്നത് 1773 ഓക്കെ, ഇത് 1773 ചാർട്ടർ ആക്ട് ഓഫ് 1813 പ്രൊവൈഡ് ഫോർ 1 lakh rupees ഫോർ ദ പ്രൊമോഷൻ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് തെറ്റാണോ? അതാണ് ആക്ച്വലി ശരി. യെസ്, അതാണ് ശരി കേട്ടോ. സോറി. ഇത് 1833 ഇത് 1813 കറക്റ്റ്. സോറി, ഇതാണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയാ. ഇത് തെറ്റാണ്. ഫസ്റ്റും തേർഡും തെറ്റാണ്, സെക്കൻഡും ഫോർത്തും ആണ് ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോറി. 36th question ടെറിട്ടറി ആണ്. നിങ്ങൾ നോക്കേണ്ടത് ആർട്ടിക്കിൾ 1, 2, 3. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് മാറിയും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് UPSC. നെക്സ്റ്റ്, ഇന്ത്യ ക്യാൻ അക്വയർ ഫോറിൻ ടെറിട്ടറീസ് ബൈ ഒക്കുപ്പേഷൻ ആണോ? ആയിരിക്കുമല്ലോ അല്ലേ? ആയിരിക്കും, എന്തായാലും ആയിരിക്കും. അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അക്വസിഷൻ ഓഫ് ടെറിട്ടറി മൂലം നമുക്ക് സിറ്റിസൺഷിപ്പ് ഒക്കെ ഗ്രാൻഡ് ചെയ്യുന്നതാണ്, അത് പറ്റും. സെക്കൻഡ് വൺ, ദി അക്വസിഷൻ ഓഫ് ന്യൂ ടെറിട്ടറി ബൈ ഇന്ത്യ ഈസ് ഗിവൺ സാങ്ഷൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ. അതെ, ശരിയാണ്. നെക്സ്റ്റ് വൺ എന്താണ്? ഇന്ത്യ അക്വയർഡ് സെവറൽ ഫോറിൻ ടെറിട്ടറീസ് സിൻസ് ദ കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതും ശരിയാണ്. നമ്മുടെ ഗോവ അടക്കം എല്ലാം എന്താണ് ഇതിലേക്ക് വരുന്നതാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. 36th ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. ആർട്ടിക്കിൾ 1, 2, 3 ഇമ്പോർട്ടന്റ് ആണ്, വായിച്ചു വെക്കണം എന്തായാലും. ഓക്കെ, 37th question. Consider the following statement regarding Charter Act of 1853. Charter Act of 1853 ആണ്. It introduced open competition system of selection and recruitment of civil servants. അല്ലെ? അതെ. എന്താണ്? കവനേറ്റഡ് ആൻഡ് ഇൻകവനേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്തായാലും.
സോ 37 ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ഫോർ ദ ഫസ്റ്റ് ടൈം ലോക്കൽ റെപ്രസെന്റേഷൻ ഇൻ ദ ഇന്ത്യൻ കൗൺസിൽ, ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതും ശരിയാണ്. അതും ശരിയാണ്. 1853 ചാർട്ടർ ആക്ട് ഓഫ് 1853 അതും ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആക്ച്വലി ഇങ്ങനത്തെ ചാർട്ടർ ആക്ടിന്റെ ഓരോ പ്രൊവിഷൻസ് ആണ് നമ്മുടെ ഫൈനൽ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്ഷനിൽ കൊണ്ടുവന്നത്. കുറെ മെജോറിറ്റിലി 1935 പ്രൊവിഷൻസ് ആയിരുന്നു കൂടുതലും. ഓക്കെ, വിത്ത് റെഫറൻസ് ടു ദ പവേഴ്സ് ഓഫ് പാർലമെന്റ്. പറഞ്ഞു സാർ. ആ 35 ക്വസ്റ്റ്യനില് ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണല്ലോ സാറേ. ചാർട്ടർ ആക്ട് ഓഫ് 1813 entered the company's monopoly over trade in India. അതെനിക്ക് ഡൗട്ട് ഉണ്ട് അല്ലേ. എന്നിട്ട് 1833 ആവുമ്പോൾ മോണോപ്പൊളി മാറ്റി എന്നിട്ട് 1833 ആവുമ്പോഴേക്ക് ഫുള്ളി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആക്കി മാറ്റിയതല്ലേ ആക്ച്വലി. ഓക്കെ, അപ്പം അത് ശരിയാണ്. ഈ ചാർട്ടർ ആക്ട് ഓഫ് 1813 പ്രൊവൈഡ് ഫോർ 1 lakh rupees ഫോർ പ്രൊമോഷൻ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലല്ലോ 1830. അത് 1 lakh rupees എഡ്യൂക്കേഷന്റെ പ്രൊമോഷന് വേണ്ടി കൊടുത്തത് 1833 അല്ലേ? അത് എനിക്ക് ഉറപ്പില്ല സാറേ. ഞാൻ അതില് നമ്മൾ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 1833 മിഷണറീസ് വന്നിട്ട്. അതെ 1 lakh rupees കൊടുത്തത്. ഇങ്ങനെ പ്രൊവിഷൻ പറയുന്നില്ല. സോ അത് വെച്ച് ഞാൻ ഇട്ടതാണ്. അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. സോ അത് തന്നെയാണ് ആൻസർ. ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ് കറക്റ്റ് തോന്നുന്നു. ഒരു ഡൗട്ട് സർ. പറഞ്ഞു. സർ ആക്ച്വലി 1833 ടീയില് ആക്ച്വലി മോണോപ്പൊളി ഉണ്ടല്ലോ സർ. ഓക്കെ, ടീ ആൻഡ് ഓപ്പിയം ട്രേഡ് വിത്ത് ചൈന അത് 1813 വരെ ഉണ്ട്. 1833 വരെ ഉണ്ട്. 1833 ഫുൾ മോണോപ്പൊളി എടുത്ത് കളയണത്. ഓക്കെ, എൻഡ് ദ മോണോപ്പൊളി എന്ന് പറയാനും പറ്റില്ല അല്ലെ. ഓക്കെ, കമ്പനീന്റെ ബാക്കി ട്രേഡുകൾ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ടീയിലും ട്രേഡ് വിത്ത് ചൈനയും മാത്രമാണ് റിമെയിൻ ചെയ്തത് 1830 ആക്ട് പ്രകാരം. അതിനുശേഷം പിന്നെ 1833 ആകുമ്പോൾ ഫുള്ളി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറി. അതും കൂടി എടുത്തു കളഞ്ഞു. ഇതാണ് സംഭവിച്ചത്. നമുക്ക് നോക്കാം. 35th അവിടെ റൗണ്ട് ചെയ്ത് വെക്കാം. 35th 29 35 നമുക്ക് നോക്കാം. ഓക്കെ, പറയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ 38 വിത്ത് റെഫറൻസ് ടു പവേഴ്സ് ഓഫ് പാർലമെന്റ് റിഗാർഡിംഗ് ടെറിട്ടറി ഓഫ് ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ആർട്ടിക്കിൾ 1, 2, 3 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ശ്രദ്ധിക്കുക. 38th. സോ ആൻസർ വരുന്നത് എന്താണ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ് നോക്ക്. ആർട്ടിക്കിൾ 2 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് ദ അഡ്മിഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ. അത് ശരിയാണ്. അണ്ടർ ആർട്ടിക്കിൾ 2 ദ പാർലമെന്റ് ഹാസ് ദ പവർ ഫോർ ദ ഇന്റേണൽ റീഅഡ്ജസ്റ്റ്മെന്റ് ഓഫ് ടെറിട്ടറീസ് ഓഫ് സ്റ്റേറ്റ്സ്. ആണോ? പാർലമെന്റ് ഹാസ് ദ പവർ ഫോർ ദ ഇന്റേണൽ റീഅഡ്ജസ്റ്റ്മെന്റ് ഓഫ് ടെറിട്ടറീസ് ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അല്ല, ഇതെന്താണ്? ഇത് ഏത് പ്രൊവിഷൻ ആണ്? ഇത് ആർട്ടിക്കിൾ 2 അല്ല 3 ആണ്. ആർട്ടിക്കിൾ 2 അല്ല, ഇത് 3 ആണ്. എ ബിൽ ഫോർ ആൾട്ടറിംഗ് സ്റ്റേറ്റ്സ് ബൗണ്ടറീസ് റിക്വയർസ് പ്രിയോർ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ്. നമ്മൾ ജമ്മു കാശ്മീർ ഇതിനകത്ത് കണ്ടതാണ്. ആക്ച്വലി ദ പ്രസിഡന്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ വ്യൂസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് വിത്ത് റെസ്പെക്ട് ടു എ ബിൽ ഫോർ ഇന്റേണൽ റീഅഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്. അതും ശരിയാണ്. സോ എന്താണ് നോട്ട് കറക്റ്റ്? നോട്ട് കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. ഇത് ആർട്ടിക്കിൾ 3 പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 3 പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. 38th. 39th ആക്ട് ഫോർ ഗുഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? എനിവൺ? 1858 ആക്ട് ആണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. 1858 ആക്ട് ഇങ്ങനെ ചോദിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. ഓക്കെ, ഇങ്ങനെ ചോദിച്ചത്. സോ 39th ആൻസർ എന്ന് പറയുന്നത് എല്ലാം എന്താണ് ഇതിന്റെ പാർട്ടായിട്ട് വന്നതാണ്. ദ ആക്ട് അബോളിഷ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ട്രാൻസ്ഫർ ദ പവേഴ്സ് ഓഫ് ഗവൺമെന്റ് ടെറിട്ടറീസ് ആൻഡ് റവന്യൂസ് ടു ബ്രിട്ടീഷ് ക്രൗൺ. നെക്സ്റ്റ്, ഇറ്റ് entered the system of double government by abolishing board of control and court of directors. പിന്നെന്താണ്? It created Secretary of State for India who is a member of British cabinet vested with a multiple. നിങ്ങൾ ആരെങ്കിലും ഒരു മിനിറ്റ്. ഒന്നുമില്ല, നിങ്ങൾ ഒന്ന് മ്യൂട്ട്. ഒരു മിനിറ്റ്. Okay, it created Secretary of State for India who is a member of British cabinet vested with a complete authority and control over Indian administration എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓൾ ആർ കറക്റ്റ് ആണ്. 40 ക്വസ്റ്റ്യൻ നമ്പർ 40 പറഞ്ഞിരിക്കുന്നത്
Government of India Act of 1858 ആണ്. Government of India Act of 1858. It made the beginning of representative institutions by associating Indians with the law making process. ആണോ? അല്ല. പോർട്ട്ഫോളിയോ സിസ്റ്റം എന്താണ്? 1861 പ്രകാരമാണ്. 1861 ആക്ട് പ്രകാരമാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് വൺ, it empowered the viceroy to make rules and orders for the more convenient transaction of business in the council. അതും എന്താണ്? അതും 1861 ആക്ടിലാണ് പറയുന്നത്. ലാസ്റ്റ് വൺ, it empowered the viceroy to issue ordinances. ഈ ഓർഡിനൻസസും പോർട്ട്ഫോളിയോ സിസ്റ്റം, പിന്നെ viceroy to make rules and orders for the more convenient transaction of business in the council. പിന്നെ നെക്സ്റ്റ്, beginning of representative institutions by associating Indians with the law making process. ഇതൊക്കെ എന്താണ്? 1861 ആക്ട് പ്രകാരമാണ്. 1861 ആക്ട് പ്രകാരമാണ്. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആരെങ്കിലും റിപ്ലൈ തരാവോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ, 41st ക്വസ്റ്റ്യൻ. 41st ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 ആണ് ചോദിച്ചിരിക്കുന്നത്. 1909 ആണ് ചോദിച്ചിരിക്കുന്നത്. സത്യേന്ദ്ര പ്രസാദ് സിൻഹ became the first Indian to join Viceroy's executive council under this act. ശരിയാണ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണ്. നോക്കുക. Next, the members were allowed to ask supplementary questions, move resolutions on the budget in the legislative councils at both the levels. ഇതാണ് കുറച്ചൊരു ഡൗട്ട് ഉണ്ടാവാനുള്ള സാധ്യത. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഫോർ ദ മുസ്ലിംസ് ബൈ ആക്സെപ്റ്റിംഗ് ദ കൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. അത് ഡെഫിനറ്റ്ലി കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ദി ആക്ട് പ്രൊവൈഡഡ് ഫോർ ദ സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് പ്രസിഡൻസി കോർപ്പറേഷൻ, ചേംബർ ഓഫ് കൊമേഴ്സ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് സംവിധാസ്. ഇതും കറക്റ്റ് ആണ്. സെക്കൻഡ് വണ്ണും കറക്റ്റ് ആൻസർ ആണ്. അതൊരു ഡൗട്ട് വരാൻ വേണ്ടി ഇട്ടതാണ്. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം കറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഫോർ ആർ കറക്റ്റ്. ഓൾ ഫോർ ആർ കറക്റ്റ്. നെക്സ്റ്റ് വൺ, the Councils Act of 1909 allowed the provincial legislative councils to have a official majority. ആണോ? 42nd ക്വസ്റ്റ്യൻ ആണ്. 42nd ക്വസ്റ്റ്യൻ. അതെന്താണ്? അത് ശരിയാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861 പ്രൊവൈഡഡ് ഫോർ ദ നോമിനേഷൻ ഓഫ് ഇന്ത്യൻസ് ആസ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ടു ദ വൈസ്രോയ്സ് കൗൺസിൽ. അതെന്താണ്? ആ ഓപ്ഷൻ തെറ്റാണ്. ആ ഓപ്ഷൻ നോമിനേഷൻ മെമ്പേഴ്സ്, ആ ഓപ്ഷൻ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോറി. Indian Councils Act of 1861 provided for the nomination of Indians as non-official members to the Viceroy's councils എന്ന് പറയുന്നത് ആ ഓപ്ഷൻ ശരിയാണ്. ദിനകർ റാവു ഒക്കെ വരുന്നത് അതിൻ്റെ അകത്തുനിന്നാണ്. അതെ, ഈ ഓപ്ഷൻ ശരിയാണ്. Indian Councils Act of 1909 allowed the provincial legislative councils to have an official majority. അത് ആക്ച്വലി പറയുന്നത് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന് ഒഫീഷ്യൽ മെജോറിറ്റി ഇല്ല. പക്ഷെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന് ഒഫീഷ്യൽ മെജോറിറ്റി ഉണ്ട്. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന് ഒഫീഷ്യൽ മെജോറിറ്റി ഇല്ല. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തേർഡ് വൺ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 increased the functions of legislative councils and gave the power of discussing the budget and addressing questions to the executive. Discussing the budget മാത്രമാണ് തോന്നുന്നു, അഡ്രസ്സിംഗ് ക്വസ്റ്റ്യൻസ് ടു എക്സിക്യൂട്ടീവ് ഇല്ല. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ? ആൻസർ ഓപ്ഷൻ സി ആണ്. യെസ്, സി ആണ് വരുന്നത്. 1 and 3 ഓൺലി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, which among the following states was not formed as part of State Reorganization Act 1956 ആണ് ക്വസ്റ്റ്യൻ. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് ഡൗട്ട് വരാൻ കാരണമൊന്നുമില്ല. ഒറീസയും രാജസ്ഥാനും എന്തായാലും ഡൗട്ട് വരില്ല. പഞ്ചാബും ഗുജറാത്തും ആണ് ഡൗട്ട് വരാൻ സാധ്യത. സോ ആൻസർ 43 ഓപ്ഷൻ ബി ആണ്. പഞ്ചാബ് ആദ്യം തന്നെ ഫോം ചെയ്തായിരുന്നു. പക്ഷെ പഞ്ചാബിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹിമാചൽ പ്രദേശും ഹരിയാനയൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ഹരിയാന, പഞ്ചാബ്, ഇതിന്റെയൊക്കെ പേര് പഞ്ചാബ് തന്നെയായിരുന്നു. പിന്നെയാണ് 1966 പിന്നെ എന്ത് ചെയ്തത്? പഞ്ചാബി സ്പീക്കിംഗ് സ്റ്റേറ്റ് പഞ്ചാബി ആയിട്ടും ഹരിയാനയും ഹിമാചൽ പ്രദേശ് ഫോം ചെയ്യുന്നത് ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ് ആയിട്ട്. ഓക്കെ, ക്ലിയർ ആയിരിക്കുന്നു. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗുജറാത്ത് ആണ് കറക്റ്റ്. Arrange the constitutional amendment which brought under the following changes in the chronological order. ഏതാണ് ആക്ട് എന്ന് നോക്കിയാൽ മതി. 44th one, ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് accorded the special status to Union Territory of Delhi by designating it as a national capital territory of India എന്ന് പറയുന്നുണ്ട്. അത് ഏതാണ് ആക്ട് എന്ന് പറയുന്നത്? 69th ആണ്. 69th. It made compulsory for the president to give his assent to the constitutional amendment
ബില്ല് എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അത് 24th ആണ്. ഇന്ദിരാഗാന്ധിന്റെ സമയത്താണ്. 24th ആണ്. പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ കോമൺ ഹൈക്കോർട്ട് ഫോർ 2 or more സ്റ്റേറ്റ്സ്. അത് പറഞ്ഞിരിക്കുന്നത് 1956 7th അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ്. 7th അമെന്റ്മെന്റ് റിഡക്ഷൻ ഓഫ് മിനിമം വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് TN ശേഷന്റെ സമയത്താണ്. എപ്പോഴാണ്? 1989ലാണ്. 1989ലാണ്. 61st ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. 61st 69th. അപ്പൊ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? 3 ആണ് വരിക. സെക്കൻഡ് 2, പിന്നെ തേർഡ് 4, 3, 2, 4, 1. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് ഒക്കെ പഠിച്ചു നോക്കാം. 103 എന്താണ്? എനിവൺ? 103 99th എന്തായിരുന്നു? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ഹലോ, 99th എന്തായിരുന്നു? 99th നാഷണൽ ജുഡീഷ്യൽ അതന്നെ, എൻജാക്ക്. ഓക്കെ. 100th എന്താണ്? അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി. 100th എന്താണ്? എൻക്ലേവ്. എൻക്ലേവ്സ് മാറ്റിയതാണ്. 101st GST ആണ്. GST. 103 എന്താണ്? 103 EWSന് 10% EWS. 97th എന്താണ്? ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ തോന്നുന്നു. 91st എന്താണ്? 97th കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, നോക്കാം, ഇതൊന്നും തെറ്റിക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കാം കേട്ടോ. 42nd എല്ലാവർക്കും അറിയാം. 42nd ഒരു ക്വസ്റ്റൻ ഉണ്ട്. 44th ഒന്നും മറക്കരുത്. ഓക്കെ, 42nd ക്വസ്റ്റൻ ആണ് അടുത്തത് കേട്ടോ. 42nd ക്വസ്റ്റൻ ആണ് അടുത്തത്. നോക്കിക്കോ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. 42nd ആണ്. 42nd. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഗുഡ് ഗവർണൻസ്, ആക്ട് ഓഫ് ഗുഡ് ഗവർണൻസ് 1858 ആണ്. അതേപോലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നോക്കിക്കോ, സ്വരൻ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ ആണ്. ഇതൊക്കെ പഠിച്ചു വെക്കോ കേട്ടോ. ഇതൊക്കെ നമുക്ക് മെയിൻസിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ പാർട്ട് ഓഫ് ഇറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മേഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിയോണ്ട് ജുഡീഷ്യൽ സ്ക്രൂട്ടിനി അല്ലേ? അതെ അല്ലെ? ആയിരുന്നു. നെക്സ്റ്റ് എന്താണ്? റൈസ് ദ ടെന്യൂർ ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഫ്രം 5 to 6 years ആണോ? അതെ, അതും ശരിയാണ്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് 43rd ആൻഡ് 44th അമെന്റ്മെന്റ് വന്ന സമയത്ത് അതൊക്കെ പോയി. തേർഡ് വൺ, സോഷ്യലിസ്റ്റ്, സെക്കുലർ ആൻഡ് ഇന്റഗ്രിറ്റി ടേംസ് വർ ആഡഡ് ഇൻ ദ പ്രിയാമ്പിൾ അല്ലെ? അതും ശരിയാണ്. ഫോർത്ത് വൺ, പ്രൊവൈഡ് ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആൻഡ് ട്രൈബ്യൂണൽസ് ഫോർ അതർ മാറ്റേഴ്സ് ത്രൂ പാർട്ട് 14th A എന്ന് പറയുന്നുണ്ട്. അതും എന്താണ്? ശരിയാണ്. അതും എന്താണ്? ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണ്. നിങ്ങളുടെ പോളിറ്റി ലക്ഷ്മികാന്തിലെ ഏറ്റവും പിറകിലത്തെ പേജിൽ ഇങ്ങനത്തെ അമെന്റ്മെന്റ്സും അതിന്റെ ഇമ്പോർട്ടന്റ് പോർഷൻസും ഉണ്ട്. അതെന്തായാലും ഒന്ന് വായിച്ചു നോക്കണേ. ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, 1919 ആക്ട് പ്രകാരമാണ്. ഇറ്റ് ആൾസോ നോൺ ആസ് മോണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ്. അതെ, ശരിയാണ്. Where Chelmsford was the Secretary of State for India and Lord Montagu was the Viceroy of India. ഇതെന്താണ്? അബ്സർഡ് ആണ്. സോ നേരെ തിരിച്ചിട്ട് ഇരിക്കുകയാണ്. ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു വൈസ്രോയി. ആരാണ്? മോണ്ടേഗു ആണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അത് തെറ്റാണ്. നെക്സ്റ്റ് വൺ, the transferred subjects were to be administered by the governor with the aid of ministers responsible to the legislative council എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? 46th. അതെന്താണ്? അത് ശരിയാണ്. അത് ശരിയാണ്. Third one, it extended the principle of communal representation by providing separate electorates for Sikh, Indian Christians, Anglo-Indians and Europeans. അതും ശരിയാണ്. യൂറോപ്യൻസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വിട്ടുപോകരുത്. യൂറോപ്യൻസിനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെയാണ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഒക്കെ ആയിരിക്കും. സിക്കും യൂറോപ്യൻസും വിട്ടുപോകരുത്. അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് സെപ്പറേറ്റഡ് പ്രൊവിൻഷ്യൽ ബഡ്ജറ്റ് ഫ്രം ദ സെൻട്രൽ ബഡ്ജറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ശരിയാണ്. പ്രൊവിൻഷ്യൽ ബഡ്ജറ്റ് സെൻട്രൽ ബഡ്ജറ്റിന് സെപ്പറേറ്റ് ചെയ്യുന്നത് 1919 ആക്ട് പ്രകാരമാണ്. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 46 ആൻസർ ഓപ്ഷൻ സി. യെസ്, 46 ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, ഹൗ മെനി ഓഫ് ദി അബോവ് ഫാക്ടേഴ്സ് ഇൻക്രീസ് ദ സെൻട്രലൈസിംഗ് ടെൻഡൻസീസ് ആണ്. നേരത്തെ നമ്മൾ ഫെഡറൽ ക്യാരക്ടറിസ്റ്റിക് ചോദിച്ചു. ഇപ്പം യൂണിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു വെക്കുക കേട്ടോ. സെൻട്രലൈസിംഗ് ടെൻഡൻസി അതെന്തൊക്കെയാണ്? ഓൾ ഇന്ത്യ സർവീസസ് ആണോ? ഓൾ ഇന്ത്യ സർവീസസ് ആണ്. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി കണ്ടോ? ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി അതെന്താണ്? അത് യൂണിറ്ററി ഫീച്ചർ ആണ്. നെക്സ്റ്റ് വൺ, റെസിഡ്വറി പവേഴ്സ് ടു ദ
സെന്റർ, അതും അതെ. ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് ഓഫ് സ്റ്റേറ്റ്സ് അപ്പോൺ സെൻട്രൽ ഗവൺമെന്റ്, അതും അതെ. എമർജൻസി പ്രൊവിഷൻസ്, അതും അതെ. ഓക്കെ, എന്താണ് ഇത്? ഫുള്ളും യൂണിറ്ററി പ്രൊവിഷൻസ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 47th ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ November 26, 1949 എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ല അല്ലെ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ല. നെക്സ്റ്റ് വൺ, എന്തൊക്കെയാണ് ഇല്ലാത്തത്? എന്തൊക്കെയാണ് ഇല്ലതെന്ന് എലിമിനേറ്റ് ചെയ്താൽ മതി, അത് ആൻസറിലേക്ക് വരും. ഓക്കെ, ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 1976 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഉണ്ടായിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിൻഷ്യൽ പാർലമെന്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, പ്രൊവിൻഷ്യൽ പാർലമെന്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ വന്നത് എപ്പോഴാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഫണ്ടമെന്റൽ റൈറ്റ്സും വന്നത് 1950 1950 റിപ്പബ്ലിക്കിന് ശേഷമാണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് November 26, 1949 ഏതൊക്കെയാണ് വന്നതെന്നാണ്. അത് സിറ്റിസൺഷിപ്പും പ്രൊവിൻഷ്യൽ പാർലമെന്റും മാത്രമാണ് വന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് വന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും റിപ്പബ്ലിക് ആയ ദിവസം, അതായത് 1950 January 26 ശേഷമാണ് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 2 ആണ് ആൻസർ. ഓൺലി 2 ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, which one of the following statements regarding the Constituent Assembly is not correct ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നോട്ട് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ വായിച്ചു നോക്കുക. ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി were not directly elected അല്ലെ? അതെ. പിന്നെന്താണ്? നെക്സ്റ്റ് വൺ, Dr. Rajendra Prasad, the oldest member, was elected for the temporary president of the assembly following the French practice. അത് അവിടെ നിൽക്കട്ടെ, ഫുള്ളാണോ എലക്ട് ചെയ്തതെന്ന് നോക്കാം. നെക്സ്റ്റ്, representatives of princely states did not participate in the Constituent Assembly. ശരിയാണ്. നെക്സ്റ്റ്, മുസ്ലിം ലീഗ് boycotted the first meeting of Constituent Assembly. അതും എന്താണ്? ശരിയാണ്. സോ ഓപ്ഷൻ ബി നോക്കുക. ഓപ്ഷൻ ബിയിൽ ആരായിരുന്നു അത്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. യെസ്, സച്ചിദാനന്ദ സിൻഹയാണ്. രാജേന്ദ്ര പ്രസാദ് അല്ല. രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? ടെമ്പററി പ്രസിഡന്റ് അല്ല, പെർമനന്റ് പ്രസിഡന്റ് അല്ലെ? പ്രസിഡന്റ് ഓഫ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ്. പെർമനന്റ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ്. ഓക്കെ, നോക്ക്. 50 ക്വസ്റ്റ്യൻ നമ്പർ 50 കുറച്ച് ട്രിക്കി ആണ്. നമുക്ക് നമ്മുടെ ഒരു ബോധ്യത്തിനനുസരിച്ച് ആൻസറിലേക്ക് വരികയാണെങ്കിൽ തെറ്റും, അതുകൊണ്ടാണ് ഇത് ഇട്ടത്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ആരാണ്? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റു ആണ് ചെയർപേഴ്സൺ. പിന്നെ ഡ്രാഫ്റ്റ് കമ്മിറ്റി നമുക്കറിയാം, ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അതൊക്കെ പഠിച്ചു നോക്കാം. സ്റ്റേറ്റ്സ് കമ്മിറ്റി ആരാണ്? സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. യെസ്, ജവഹർലാൽ നെഹ്റു തന്നെയാണ്. നമ്മൾ വിചാരിക്കും സ്റ്റേറ്റ് അല്ല, രാജേന്ദ്ര പ്രസാദ് അല്ല. ഓക്കെ, നെക്സ്റ്റ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയാണ്. അതാരാണ്? അത് ബി ആർ അംബേദ്കർ അല്ല. ബി ആർ അംബേദ്കർ അല്ല, അതും ജവഹർലാൽ നെഹ്റു ആണ്. അതും ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അത് സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് കേട്ടോ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവും പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേലുമാണ്. കറക്റ്റ്ലി മാച്ച്ഡ്. ഓൺലി 2 പേയേഴ്സ് ആണ്. ഓൺലി 2 പേയേഴ്സ് ആണ്. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് ആയി ഓൾമോസ്റ്റ്. ഏതേലും ഒരൊറ്റ മിനിറ്റ്, ഏതേലും പോർഷൻസ് ഡൗട്ട് തോന്നിയോ? ഞാൻ ചാറ്റ് കാണുന്നുണ്ടായില്ല, സോറി, സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, 35th ക്വസ്റ്റ്യൻ തന്നെ ഡൗട്ട്. 35th 29th ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാട്ടോ. ഇപ്പൊ പറയുന്നതിനേക്കാളും നല്ലത് എല്ലാം കഴിഞ്ഞിട്ട് ടൈം ഉണ്ടോ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, നെക്സ്റ്റ് 51st ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഇതൊക്കെ കുറെ ആയി ചോദിക്കുന്ന. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആണ് അല്ലെ? ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആണ്. സോ നോക്കുക, എ സിംഗിൾ സിസ്റ്റം ഓഫ് കോഡ്സ് എൻഫോഴ്സസ് ബോത്ത് ദ സെൻട്രൽ ആസ് വെൽ ആസ് സ്റ്റേറ്റ് ലോസ് ആണ്. ഡയറക്റ്റ് സാധനമാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബാക്കിയൊക്കെ അബ്സോർഡ് ആണ്. നോക്കുക, സുപ്രീം കോർട്ട് ഹാസ് പവർ ടു പണിഷ് കണ്ടംപ്റ്റ് ഓഫ് ലോവർ കോർട്സ് ആണോ? ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറിന്റെ അല്ല അത്. ഓൾ ജഡ്ജസ് ഓഫ് കോർട്സ് ഓഫ് ഇന്ത്യ ആർ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുമാണോ? അതുമല്ല. അത് ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറിക്കൊക്കെ വേണമെങ്കിൽ പറയാം. സുപ്രീം കോർട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഇന്റർപ്രറ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? അതും നമുക്ക് ഇതിനകത്ത് പറയാൻ വേണ്ടി പറ്റില്ല. ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറിയിൽ പറയാൻ പറ്റില്ല. ഇന്റഗ്രേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ, സ്റ്റേറ്റ്,
ആ ലെവലിലൊക്കെ ജുഡീഷ്യറി ഉണ്ട്, അതിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ സിസ്റ്റം ആണ്. ഈ ഐഡിയ ആണ് ആക്ച്വലി ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക, ഡയറക്റ്റീവ്സ്. ഇമ്പോർട്ടന്റ് DPSPs നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് DPSPs നിർബന്ധമായി പഠിച്ചിരിക്കണം. ഫസ്റ്റ് ആർട്ടിക്കിൾ എന്താണ്? ടു സെക്യൂർ ഓൾ സിറ്റിസൺസ് ഓഫ് യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ കൺട്രി. എന്താണ്? 44th അല്ലേ? 44th ആണ്. 48th എന്താണ്? എനിവൺ ആർക്കെങ്കിലും പറയാൻ പറ്റും? 48th റിലേറ്റഡ് ആയിട്ടുള്ള കൗസ് ലാറ്ററിലൊക്കെ ഒക്കെ പറയുന്നത് 48th ആണ്. 48th അല്ലേ? ഓക്കെ. 39th ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ഫോർ വുമൺ ആണോ? എയ്ഡ് ഫോർ ദ പുവർ ആണോ? നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതും ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? അതും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ 39 അല്ല കേട്ടോ, 39A അല്ല. 39A എന്താണ്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ഫോർ വുമൺ എന്ന് പറയുന്നതാണ് 39A. 39 എന്ന് പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ ആണ്. ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത് എന്താണ്? വില്ലേജ് പഞ്ചായത്ത് ഓർഗനൈസ് ചെയ്യാനാണ്. വില്ലേജ് പഞ്ചായത്ത് ഓർഗനൈസ് ചെയ്യാനാണ് ആർട്ടിക്കിൾ 40. ഇതെന്താണ്? റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ് സച്ച് ആസ് അൺഎംപ്ലോയ്മെന്റ്, ഓൾഡ് ഏജ്, സിക്നസ്, ഡിസേബിൾമെന്റ്, ഇതൊക്കെ പറയുന്നത് വേറെ ആർട്ടിക്കിളാണ്. ഇത് 44 ആണ്. 44 വില്ലേജ് പഞ്ചായത്താണ് ആർട്ടിക്കിൾ 40 കേട്ടോ. സോ ഇവിടെ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊന്നും നോട്ട് കറക്റ്റ് ആണ്. ഇതൊക്കെ നോട്ട് കറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് ആക്ച്വലി വരേണ്ടത്. കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്. അതൊന്ന് ചേഞ്ച് ചെയ്യാം. 50 സെക്കൻഡ് കേട്ടോ. 50 സെക്കൻഡ്. ഓൾ പേയേഴ്സ് ആണ്. ഓക്കെ, ഓൾ പേയേഴ്സ് ആണ്. സി ആണ് ആൻസർ. ഡി അല്ല. ഡി ആണ് നിങ്ങളുടെ കീയിൽ കൊടുത്തിരിക്കുന്നതായി കാണുന്നത്. കീയിൽ ഡി ആണ്. 53rd കൺസിഡർ ദ ഫോളോയിങ് ക്ലാസസ് ഓഫ് സിറ്റിസൺസ് ആണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ്, ചിൽഡ്രൻ ആൻഡ് വുമൺ, റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. How many of the above classes of citizens are given exceptions to the rights against discrimination under Article 15? Article 15 എന്താണ് പറയുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. Article 15 എന്താണ് പറയുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതിനകത്ത് ആരൊക്കെ ഇല്ല? എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ, അത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ചിൽഡ്രൻ ആൻഡ് വുമൺ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിനും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. State empowered to make any special provisions for the advancement of to any economically weaker sections of society. Answer option 53. Answer option C ആണ് വരുന്നത്. വീക്കർ സെക്ഷനും വരും. റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഇല്ല കേട്ടോ. ആർട്ടിക്കിൾ 15 പ്രകാരമല്ല പറയുന്നത്. 2930 ലാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ബാക്കി മൂന്നും വരുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. PSP ആണ് ഉദ്ദേശിക്കുന്നത്. Which of the following directives is featured under part 4 of the constitution ആണ്? 54 to promote spread of Hindi language ആണോ? ഇത് ഔട്ട്സൈഡ് ആണ്. ഒരു ഡയറക്റ്റീവ് തന്നെയാണ്. ഇത് ഔട്ട്സൈഡ് ആണ്. 350A ആയിട്ടാണ് തോന്നുന്നു. 350A ആണ്. To protect and improve the environment and safeguard forest and wildlife. ഇതെന്താണ്? ആർട്ടിക്കിൾ 48 അല്ലെ? 48A അല്ലേ? 48A ആണ്. 48A ആണ്. സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജുവർ വയലൻസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ്. FD ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ്. നെക്സ്റ്റ് പ്രൊവൈഡ് ആഡിക്വന്റ് ഫെസിലിറ്റീസ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ മദർ ടങ് അറ്റ് ദി പ്രൈമറി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോങ്ങിംഗ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. ഇത് ഔട്ട്സൈഡ് പാർട്ട് 4 ആണ്. സോ ആൻസർ വരുന്നത് 54. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി. 48A ആണ് ഇത്. 48A. ഓക്കെ, 48A പ്രകാരമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ വന്നത്. ഓക്കെ, നോക്കുക. ഇൻസേർട്ട് ചെയ്തത് 48A. ഓക്കെ, നെക്സ്റ്റ് 55th ക്വസ്റ്റ്യൻ. How many of the following articles of the constitution promote social justice as envisaged in the preamble എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ് ഏതൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 17
provides for abolition of untouchability and thus aims to remove social disabilities imposed upon certain sections of the society. അല്ലെ ആർട്ടിക്കിൾ 17 ഉണ്ട്. ആർട്ടിക്കിൾ 18 ആർട്ടിക്കിൾ 18 പറയുന്നത് പ്രിവിലേജസ് ഇല്ല എന്നുള്ളതാണ് അല്ലെ, പ്രിവിലേജസ് ഇല്ല എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 38 ആർട്ടിക്കിൾ 38 പറയുന്നത് directs the state to secure a social order of promotion of welfare of people and thus promote social justice എന്നാണ് ആർട്ടിക്കിൾ 38 പറയുന്നത്. 39A എന്ന് പറയുന്നത് directs the state to promote equal justice and provide legal aid for poor ആണ് പറയുന്നത്. 49 പറയുന്നത് direct the state to promote പ്രൊട്ടക്ട് മോണുമെന്റ്സും പ്ലേസസ് ആൻഡ് ഒബ്ജക്ട് ഓഫ് ആർട്ടിസ്റ്റിക് വാല്യൂ എന്നാണ്. സോ ഇത് ഒരിക്കലും ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ കാര്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ആർട്ടിക്കിൾ 50 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 50 പറയുന്നത് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് എന്നാണ്. ഇത് എൻടൈറ്റിൽമെന്റ് ഒഴിവാക്കാനുള്ളതാണ്. സോ എന്താണ് വരുന്നത്? 55th ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓൺലി 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓൺലി 4 ആണ്. നെക്സ്റ്റ് വൺ 56th വൺ സ്റ്റേറ്റ്മെന്റ്, 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 56 ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. ദ പാർലമെന്റ് ക്യാൻ കർട്ടേൽ ഓർ റിപ്പീൽ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബട്ട് ഓൺലി ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി ഇമ്പോസ്ഡ് ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ ഓഫ് എ നാഷണൽ എമർജൻസി എക്സെപ്റ്റ് ദ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾ 20 ആൻഡ് 21. അതെ, അതും കറക്റ്റ് ആണ്. ദ ഫണ്ടമെന്റൽ റൈറ്റ് ക്യാൻ ബി സസ്പെൻഡഡ് അല്ലെ. 20-21 സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ് ടു ലൈഫ് ആണ്, സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും ശരിയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ സ്റ്റേറ്റ്മെന്റ് 1 ആണോ? പാർലമെന്റ് ക്യാൻ കർട്ടേൽ ഓർ റിപ്പീൽ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബട്ട് ഓൺലി ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. അത് ശരിയാണ്, ഇതും ശരിയാണ്. പക്ഷെ ഇതിന്റെ കാരണമല്ല ഇത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 57th question. Which of the consider the following statement regarding citizenship? Citizenship പ്രകാരം ഏതാണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Only the parliament has the power to make laws regarding citizenship in the country അല്ലെ. ലിസ്റ്റ് 1 സിറ്റിസൺഷിപ്പ് വരുന്നത്. സോ അത് ശരിയാണ്. നെക്സ്റ്റ് വൺ, ദ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഇസ് ജസ്റ്റ് ലൈക്ക് എൻ ഓർഡിനറി ബിൽ ആണോ? നമുക്ക് ഡൗട്ട് തോന്നും, പക്ഷെ ആക്ച്വലി അതെന്താണ്? അതെ കേട്ടോ, അതെ. കാരണം എന്താണ്? ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വേണോ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വേണ്ട കേട്ടോ. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു. നമുക്ക് കൊടുത്തതാണ് CAA അല്ലെ. CAA ഇപ്പൊ വന്നതാണ്, ഇംപ്ലിമെന്റ് ആയതാണ്. സോ അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓർഡിനറി ബില്ല് പോലെ തന്നെയാണിത്. ഓക്കെ, ഓർഡിനറി ബില്ല് പോലെ തന്നെയാണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ക്യാൻ ബി അക്വയർഡ് ബൈ ദ പീപ്പിൾ ഓഫ് എനി ഫോറിൻ ടെറിട്ടറി വെൻ ഇന്ത്യ ഇൻകോപ്പറേറ്റ്സ് ദ ഫോറിൻ ടെറിട്ടറി. വിത്ത് റെസ്പെക്ട് ടു എബോവ് സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ഏതൊക്കെയാണ് അക്വയർ ചെയ്തത്? സിക്കിം അല്ലെ, ഗോവ ആണ്, സിക്കിമോ ആണ്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി അത് പോർച്ചുഗീസ് ആണ്, ദാമൻ ദിയു പോർച്ചുഗീസ് ആണ്, പോണ്ടിച്ചേരി ഫ്രഞ്ച് കോളനി ആയിരുന്നു. ഇതൊക്കെ അക്വയർ ചെയ്ത പ്രോപ്പർട്ടിയാണ് അല്ലെ. അവിടുത്തെ ആൾക്കാരൊക്കെ അതിനുശേഷമാണ് സിറ്റിസൺഷിപ്പ് കിട്ടിയത് അല്ലെ. സോ ഹൗ മെനി ഓഫ് ദി അബോവ് ടെറിട്ടറീസ് ബിക്കേം എ പാർട്ട് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? എന്താണ്? എല്ലാം ഇങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് കിട്ടിയത്. 59th question. With reference to rights to freedom of religion in India, consider the following statement. എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 59th question ആണ്. 59th question. നോക്കുക. The state may regulate or restrict any economic and political activity associated with the religious practice. Correct ആണ് അല്ലെ. May regulate or restrict അല്ലെ. നേരത്തെ ഒരു വെസ്റ്റേൺ സെക്യുലറിസത്തിന്റെ കാര്യം ചോദിച്ചു, ഇപ്പൊ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ. It covers not only the individual but also the community's freedom of religion അല്ലെ. 25 ആർട്ടിക്കിൾ 25 പറയുന്നത് എന്താ? 26 പറയുന്നത് എന്താ? ഇതൊക്കെ കമ്മ്യൂണിറ്റി ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ചാണ് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ. Next one, with reference to basic structure doctrine, consider the following statement. Parliament under Article 368 can amend any part of the Constitution, including the fundamental right. അത് ശരിയല്ലേ? അത് ശരിയാണ്. 60 ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ്, the basic structure is defined by Supreme Court in its judgment in Kesavananda Bharati case and included in the Constitution. അതെന്താണ്? ഒരു അബ്സേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞ ഒരു സാധനം പറഞ്ഞത് ആക്ച്വലി കേശവാനന്ദ ഭാരതി ജഡ്ജ്മെന്റിലാണ്. പക്ഷെ എന്താണ്? ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഫെഡറൽ ക്യാരക്ടർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ. അത് ഓൾറെഡി പറഞ്ഞതാണ്, ശരിയാണ്.
സോ ആൻസർ എന്താണ് വരിക? 60 ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓൺലി ടു ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റും ബേസിക് സ്ട്രക്ചർ തന്നെയാണ്. നോട്ട് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നോട്ട് പാർട്ട്. എഫക്റ്റീവ്നെസ് ഓഫ് ആക്സസ് ടു ജസ്റ്റിസ് ആണോ? അതെ, എന്തായാലും അതെ. പവേഴ്സ് ഓഫ് ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226 അതും അതെ. നെക്സ്റ്റ് പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 141 പവറും ആണ്. നെക്സ്റ്റ് എന്താണ്? 141 മാത്രമല്ല 136 പവർ അതെ, 32 പവർ അതെ. 32 എന്താണ്? റിട്ട് ആണ്. ഇതൊക്കെ എന്താണ്? ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനിൽ വരുന്നതാണ്. ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, അത് ഷുവർ ആയിട്ടും അതിനകത്ത് വരുന്നതാണ്. നോട്ട് പാർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ടുണ്ട്. ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ എബോ സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ദ അപ്ലിക്കബിലിറ്റി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ദ മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ് ആൻഡ് നെഗ്ലിജൻസ് ഏജൻസീസ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ബൈ പാർലമെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ആണോ? ശരിയാണ് അല്ലെ? ശരിയാണ്. 34 ഒക്കെ പറയുന്നത് കണ്ടല്ലോ, മാർഷൽ ലോ ആണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, വെദർ ദ restrictions imposed on fundamental rights by the state are reasonable or not is decided only by the Supreme Court. ആണോ? അല്ല കേട്ടോ, ഓൺലി ബൈ സുപ്രീം കോർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഓൺലി ബൈ സുപ്രീം കോർട്ട് എന്ന് പറയാൻ പറ്റില്ല. സോ ഹൈക്കോർട്ടും എന്താണ്? ഹൈക്കോർട്ടും പറയാം അല്ലെ? ഹൈക്കോർട്ടും പറയാം. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈക്കോർട്ടിനെ സമീപിക്കാവുന്നതാണ്. സോ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് കറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇൻകറക്റ്റും ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. 63rd ഒരു UPSC PYQ ആണ്. UPSC PYQ ആണ്. നിങ്ങൾക്ക് ട്രൈബൽ ലാൻഡ് എന്ന് കാണുന്ന സമയത്ത് ഡൗട്ട് തോന്നും 9th ഷെഡ്യൂൾ ആണോ എന്ന്. ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ട്രൈബൽസിന്റെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ 5th or 6th ഷെഡ്യൂൾ ആയിരിക്കും. ഇവിടെ 5th ഷെഡ്യൂൾ ആണ് ചോദിച്ചിരിക്കുന്നത്. 6th ഷെഡ്യൂൾ ആണ് ഓട്ടോണമസ് കൗൺസിൽസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, 4 സ്റ്റേറ്റ്സിന്റെ. ഇത് 5th ഷെഡ്യൂൾ ആണ് ട്രൈബൽ ലാൻഡ്സിനെ കുറിച്ച് പറയുന്നത്. 63 ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, 64th ക്വസ്റ്റ്യൻ. 64th ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 64th കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് following fundamental rights in part 3rd. Which of the following available to both the citizens and the foreigners except enemy animals? 15 aliens, 15, 16, 19, 29, 30. ഇതൊഴികെ ബാക്കിയൊക്കെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇത് ആൻസർ എന്താണ് വരിക? 64th ആർക്കെങ്കിലും പറയാമോ? ഉറങ്ങിയോ? സർ, ഓൾ ഓഫ് ദി എബോവ് ആണ്, പക്ഷെ ആ ഒരു ഓപ്ഷൻ അതിനകത്തില്ല. യെസ്, ആ ഒരു ഓപ്ഷൻ ഇല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ 3 ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. നോക്കട്ടെ, അതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട്. 1, 2, 3 and 4 ആണ്. 1, 2 and 3 and 4 ആണ്. 64th അതിനകത്ത് ആൻസർ ഇല്ല. 64th ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡി 1, 2, 3 and 4 ആണ്. 1, 2, 3 and 4 ആണ്. 65th ക്വസ്റ്റ്യൻ നോക്കുക. Consider the following statement regarding citizenship of India. The conditions of citizenship, Indian citizenship at the commencement of the Indian Constitution are provided directly in part 2nd of the Constitution. At the commencement of the Constitution ആണ്. അത് ശരിയാണ്. കമൻസ്മെന്റിന്റെ സമയത്തുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജൂലൈ 19th 1948 അങ്ങനെയൊക്കെ കുറെ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ കറക്റ്റ് ആണ്. കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത് പാർട്ട് 2nd തന്നെയാണ്. അതിനുശേഷം പറയുന്നത് എന്താണ്? അതിനുശേഷം പറയുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 പ്രൊവൈഡ്സ് ഫോർ അക്വിസിഷൻ ഓഫ് ഓർ ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ് അണ്ടർ ദ കമൻസ്മെന്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡ് വണ്ണും ശരിയാണ്. ദ സിറ്റിസൺഷിപ്പ് ആക്ട് ഹാസ് ബീൻ അമെൻഡഡ് ഓൺലി 3 times ടിൽ നൗ. ഇത് കുറച്ച് ട്രിക്കിയാണ്. സോ 3 times അല്ല, 6 times ആണ് ടോട്ടല്. പക്ഷെ നമ്മളൊരു ഇന്റലിജൻസ് ഗസ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിന്റെ ഇടയിൽ കുറേ അധികം ടെറിട്ടറീസ് അക്വയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളൊരു കണ്ടീഷൻ എടുക്കണം. ഓക്കെ, 1986, 1992, 2003, 5, 2015, 2019 അവസാനം അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് CAA കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2019 അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 6 times ആണ് അമെൻഡ് ചെയ്തിരിക്കുന്നത്. ചുമ്മാ ഒരു ട്രിക്കി ആയിട്ട് ചോദിച്ചാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, 66th ക്വസ്റ്റ്യൻ നോക്കുക. കൺസെപ്റ്റ് ഓഫ് മാർഷൽ ലോ ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയാണ് അല്ലെ? ശരിയാണ്, കറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്?
യെസ്, കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ സസ്പെൻഷൻ ഓഫ് ഓർഡിനറി ലോ ആൻഡ് ഗവൺമെന്റ്. അതെ, കറക്റ്റ് ആണ്. ഇറ്റ് എഫക്ട്സ് ഓൺലി ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് നോട്ട് ദ ടെന്യൂർ ഓഫ് പാർലമെന്റ്. അല്ലെ, നോട്ട് ദ ടെന്യൂർ ഓഫ് പാർലമെന്റ്. ടെന്യൂർ ഓഫ് പാർലമെന്റ് എന്ത് ചെയ്യില്ല, എഫക്ട് ചെയ്യില്ല കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആണ്. മാർഷൽ ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ, 67th വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരി? The concept of equality before law implies that the absence of any special privileges in favor of any person. Correct അല്ലേ? അതാണ് വേണ്ടത് അല്ലേ? Absence of any special privileges in favor of any person ആണ് പറഞ്ഞിരിക്കുന്നത് equality before law എന്ന് പറയുന്നത്. Next, equal protection of laws implies that like should be treated alike without any discrimination. അതും എന്താണ്? അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 67th ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ്, റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ പോളിറ്റി. ഏതാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 68th ആണ്. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ ശരിയാണ്. ഈക്വാലിറ്റി ബിഫോർ ലോ അതും ശരിയാണ്. ദ പ്രൈമസി ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ അതവിടെ നിൽക്കട്ടെ. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സി ആണ് കറക്റ്റ് ആൻസർ. ദ പ്രൈമസി ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആണോ? ഇൻഡിവിജ്വലിന്റെ റൈറ്റിനാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സ്റ്റേറ്റിന്റെ കമ്മ്യൂണിറ്റി ആസ് എ സൊസൈറ്റി നമ്മൾ റൈറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ റൂൾ ഓഫ് ലോ പ്രകാരം. സോ അതാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് നോട്ട് കറക്റ്റ്. വിത്ത് റെഫറൻസ് ടു ആർട്ടിക്കൽ 32 എന്ന് പറയുമ്പോൾ റിറ്റ്സ് ഓർമ്മ വരുന്ന ഓക്കെ സുപ്രീം കോർട്ടിന്റെ പവർ ആണ്. ഓൺലി ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി എൻഫോഴ്സ്ഡ് അണ്ടർ ദിസ് ആർട്ടിക്കിൾ ആണോ? 69th only the fundamental rights guaranteed by constitution can be enforced under article 32 and not any other rights like a non fundamental constitutional right. അതല്ലേ? ശരിയാണ്. നെക്സ്റ്റ്, പാർലമെന്റ് can empower any court except high courts to issue writs of all kinds. അതും ശരിയാണ്. നെക്സ്റ്റ്, Article 32 can be invoked to determine the constitutionality of any legislation. Constitutionality of any legislation determine ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിക്കൽ 32 യൂസ് ചെയ്യാൻ പറ്റില്ല. cannot be used കേട്ടോ. ആർട്ടിക്കൽ 32 എന്ന് പറയുന്നത് റിറ്റ്സ് ആണ്. റിറ്റ്സിന്റെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ നോക്കി വെച്ചാൽ മതി, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. 69 ഓപ്ഷൻ ബി ആണ്. 70 കൺസിഡർ ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു in Indian constitution ആണ്. 29th 30 ആണ്. The term minority is not defined anywhere in the constitution. Correct ആണ്. It provides the right to protect one's language to the minorities as well as to any other citizen. അതും obviously അതും correct ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 71st question with reference to article 30 of the constitution of India consider the following statement എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. The rights to establish and administer educational institutions is not absolute. അതെ, absolute അല്ല അല്ലെ, with the conditions ആണ്. conditions apply ചെയ്യും. The rights conferred under article 30 is intended to place the minorities in a more advantageous position within the majority. ആണോ? advantageous position ഒന്നല്ല, അവർക്ക് റൈറ്റ്സ് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമാണ്. സോ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 only ആണ് correct answer. 72nd question. In the context of reasonable restrictions on fundamental rights under the Constitution of India, consider the following. The Constitution does not explicitly provide what all comprises the reasonable restrictions. ആണോ? അത് ശരിയാണ്. ഓക്കെ, അടുത്തെന്താണ്? The reasonableness of legislation is determined based only on substantive provisions and not the procedure provisions of it. അതാണോ ഇത് ഡൗട്ട് വരാൻ സാധ്യത? അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് വൺ, the reasonableness of restriction has to be determined in an objective manner from the point of view of persons upon whom the restrictions are imposed. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. fourth one പറയുന്നത് the state may make laws and relations protections of interest of any scheduled tribes with respect to freedom of residence എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നോട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 19(2)ന്റെ കാര്യമാണ്. imposes reasonable restrictions on the basis of sovereignty and integrity of India, security of state, friendly relation with the foreign state, public order, decency or morality, or in relations
ടു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഡിഫമേഷൻ ഓർ ഇൻസൈറ്റ്മെന്റ് ടു ആൻ ഒഫൻസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ശരിയാണ്, രണ്ടാമത്തതാണ് 72nd സി. ഫസ്റ്റ് ശരിയാണ്, ബാക്കിയൊക്കെയാണ് തെറ്റ് വരുന്നത്. ഓൺലി 3 ആണ് അല്ലെ, ഓൺലി 3. 72 ഓൺലി സി, ഓൺലി 3 ആണ് കറക്റ്റ് ആൻസർ. യെസ്, ഓൺലി സി, ഓൺലി 3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. 73rd ക്വസ്റ്റ്യൻ നോക്കുക. DPSPs under part 4 of the constitution ensures that citizens are not forced by economic necessity to enter into occupation unsuited to their age. ഡൗട്ട് തോന്നും, അങ്ങനെ ട്രിക്കി ആവുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക, നിങ്ങൾ നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക. DPSP under part 4 of the constitution ensures that citizens are not forced by economic necessity to enter into an occupation unsuited to their age. അല്ലെ, അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്താണ്? The employment of children below the age of 14 years is allowed in selected occupation but only after ensuring their proper education and health. അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ, അങ്ങനെയൊന്നും പറയുന്നില്ല. നമുക്ക് വായിക്കുമ്പോൾ അത് ശരിയായിട്ട് തോന്നും, പക്ഷെ അങ്ങനെ പറയുന്നില്ല. സോ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 73rd ആൻസർ ഓപ്ഷൻ ബി ആണ്. 73rd ആൻസർ ഓപ്ഷൻ ബി ആണ്. 74th ക്വസ്റ്റ്യൻ. വിച്ച് among the following was the main reason for the drafting committee of the Constitution Assembly to be called by critics as a drifting committee? Drifting committee എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ വ്യതിചലിക്കുന്നതാണ് അല്ലെ, വ്യതിചലിക്കുന്നതാണ്. അത് പറഞ്ഞിരിക്കുന്നത് നസറുദ്ദീൻ അഹമ്മദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് it took unduly long time to make the constitution. കുറേ ടൈം എടുത്തു അല്ലെ, 1 വർഷം 11 മാസം ഒക്കെയാണ് എടുത്തത്. ഓൾമോസ്റ്റ് 2 years അല്ലെ, 1943 years ആണ്. 3 years ആണ്, ഓൾമോസ്റ്റ് 3 years ആണ് അല്ലെ. യെസ്, 3 years ആണ്. യെസ്, ഓൾമോസ്റ്റ് 3 years ആണ് എടുത്തിരിക്കുന്നത്. 75th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 75th നോക്കാം. 75th ചോദിച്ചിരിക്കുന്നത് ഒറിജിനലി ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് എനി അതർ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് ഫോർ എ 3-tier ഗവൺമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വൺ, ഇൻ ഇന്ത്യ ഓൾ സിറ്റിസൻസ് എൻജോയ് ദ സെയിം പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റ് ദേ ആർ ബോൺ ഓർ റിസൈഡ്. അല്ലെ, അത് കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് വൺ, തേർഡ് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ സെക്യുലറിസം കനോട്ട്സ് എ കംപ്ലീറ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. ആണോ? അതുമല്ല, അതല്ല അല്ലെ. വിച്ച് ഹൗ മെനി ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 75th ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയി കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എയും എന്താണ്? ശരിയാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ എ തെറ്റാണ് സർ. 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആക്ട് പ്രകാരം 73rd 74th പ്രകാരം ഡ്യുവൽ പോളിറ്റി ആണ് 3-tier വന്നത്. 3-tier പറഞ്ഞത് അവസാനമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെക്കുക. ഓൺലി 1 ആണ്. തേർഡ് വൺ എന്തായാലും കറക്റ്റ് തെറ്റാണ്. ഫസ്റ്റ് വൺ തെറ്റാണ്. സോ സെക്കൻഡ് വൺ മാത്രമാണ് കറക്റ്റ്. ഓക്കെ, സോറി, സെക്കൻഡ് വൺ മാത്രമാണ് കറക്റ്റ്. ഇത് ഡ്യുവൽ പോളിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. 73rd 74th അമെൻമെന്റ് 1990. ഓക്കെ, ഈ അമെൻമെന്റ് പ്രകാരമാണ് 3-tier സ്ട്രക്ചർ പറയുന്നത്. ഓക്കെ, സോ ഓൺലി 1 ആണ്. നിങ്ങൾ ആൻസർ ഒന്ന്, നിങ്ങൾക്ക് ആൻസർ കീ കിട്ടിയെങ്കിൽ ഒന്ന് തിരുത്തണേ. അത് 75th ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഒരു മിനിറ്റ്, നോട്ട് ചെയ്യട്ടെ. 75th ഓപ്ഷൻ എ ആണ്. ഓൺലി 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ 76th ക്വസ്റ്റ്യൻ. 76th ക്വസ്റ്റ്യൻ. ഇൻ ഇന്ത്യ പാർലമെന്റ് ഈസ് സുപ്പീരിയർ ടു ദ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ ആംസ് ഓഫ് ദ ഗവൺമെന്റ്. ആണോ? അല്ല, അല്ല. സെക്കൻഡ് വൺ, കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് ഇൻ മാനർ ഓഫ് ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രോസസ്. ആണോ? ദ സിംഗിൾ ആൻഡ് റിട്ടൺ നാച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫെഡറൽ നാച്ചർ. ഫെഡറൽ ആണോ ഇത്? സിംഗിൾ ആൻഡ് റിട്ടൺ നാച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫെഡറൽ ആണെന്നാണ് പറയുന്നത്. നോക്കാം. ദർ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ സോവറിറ്റി. Okay, the Constitution of India is neither rigid or flexible, but a synthesis of both. Some provisions can be amended by special majority under Article 368. At the same time, some provisions of Constitution can be amended by a simple majority of the Parliament in the manner of ordinary legislative process എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇതെന്താണ്? സെക്കൻഡ് വൺ ശരിയാണ്. സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് യൂണിറ്ററി ഫീച്ചർ ആണ്. ഇതല്ല. ഓക്കെ, സോ ആൻസർ 76 ഓൺലി 1 ആണ് വരുന്നത് കേട്ടോ. സിംഗിൾ ആൻഡ് റിട്ടേൺ നാച്ചർ എന്ന് പറയുന്നത് യൂണിറ്ററി പ്രൊവിഷൻസ് ആണ്, യൂണിറ്ററി ആണ്, ഫെഡറൽ അല്ല. ഓക്കെ, 77th നോക്കാം. സോഴ്സും ഫീച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്ട്ലി മാച്ച്ഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇൻകറക്ട്ലി മാച്ച്ഡ് ആണ്.
പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ് ഓഫീസ് ഓഫ് ഗവർണർ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. അത് ശരിയാണ്. ആൻസർ എന്തായിരുന്നു പറയാവോ? 75th ഓപ്ഷൻ എ ആണ്. 76th സർ. 76th ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 76th ഓപ്ഷൻ എ ആണ്. സെക്കൻഡ് വൺ മാത്രമാണ് കറക്റ്റ് കേട്ടോ. ഓക്കെ. 77th ക്വസ്റ്റ്യൻ ഇൻകറക്ട്ലി മാച്ച്ഡ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എന്താണ്? ഓഫീസ് ഓഫ് ഗവർണർ. അത് തന്നെയാണ്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ഗവർണേഴ്സ് അപ്പോയിന്റഡ് ബൈ സെന്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? അത് ശരിയാണ്. അത് ശരിയാണ്. നെക്സ്റ്റ് വൺ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെന്റ്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എന്താണ്? അതും ശരിയാണ്. അതും ശരിയാണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് റൂൾ ഓഫ് ലോ ആണ്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ അല്ല. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ പറഞ്ഞിരിക്കുന്നത് ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ബോറോയിങ്സ് ഫ്രം ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പാർട്ട്. ബോറോയിങ്സ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡിലെ ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ബോറോയിങ്സ് ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെക്കാം കേട്ടോ. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് DPSP വരുന്നത്. പിന്നെ ഫ്രട്ടേണിറ്റി, ഇക്വാലിറ്റി അതൊക്കെ വരുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ എന്നാണ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത് സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ. നെക്സ്റ്റ് 78th ആണ്. 78th നോക്കുക. ഷെഡ്യൂൾസും സബ്ജക്ട് മാറ്ററും ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 78th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്ന അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദ രാജ്യസഭ ആണോ? അല്ല, 4th ആണ്. ഇത് 4th ആണ്. 6th പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 4 സ്റ്റേറ്റ്സ് മേഘാലയ, ആസാം, ത്രിപുര, മിസോറാം. ഈ 4 സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് 6th ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. 5th ഷെഡ്യൂൾ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ശരിയാണ്. 7th ഷെഡ്യൂൾ ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ്. ഇവിടെയാണ് ലിസ്റ്റ് പറയുന്നത്. ലിസ്റ്റ് 1, 2, 3. ഓക്കെ. 10th ഷെഡ്യൂൾ ആന്റി ഡിഫെക്ഷൻ ലോ ആണ് 1985. ഓക്കെ. 1985 ആയറാം ഗയാറാം ഒക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ 78th ആൻസർ ഫസ്റ്റ് തെറ്റാണ്. 2nd, 3rd, 4th ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ? യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 78 ഓപ്ഷൻ സി ആണ്. 79th നോക്കാം. 79th ശ്രീലങ്ക ആൻഡ് USA അഡോപ്റ്റഡ് യൂണിറ്റ് സിസ്റ്റം ഓഫ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അൺലൈക്ക് ഇന്ത്യ. ശരിയാണ്. USA-ക്കും ഡബിൾ സിറ്റിസൺഷിപ്പ് ഉണ്ട്. പിന്നെന്താണ്? ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ശ്രീലങ്കയ്ക്കും ഉണ്ട്. നെക്സ്റ്റ് വൺ, ഇൻ ഇന്ത്യ ദ സ്റ്റേറ്റ്സ് ക്യാൻ പ്രൊവൈഡ് സ്പെഷ്യൽ പ്രിഫറൻസ് ടു റെസിഡൻസ് ഇൻ മാറ്റേഴ്സ് ദാറ്റ് ഡു നോട്ട് കം വിത്തിൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് അല്ലെ? സ്റ്റേറ്റ്സിന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ഈ അടുത്ത് കർണാടകയിൽ എന്തോ വന്നിട്ടുണ്ട്, IT ഫേംസിലൊക്കെ ഇത്ര പെർസെന്റേജ് റിസർവേഷൻ കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ നോക്കുക. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. 79th ഓപ്ഷൻ സി ആണ് വരിക. 80 ദ തേർഡ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ ഓത്ത് ആൻഡ് അഫർമേഷൻ ഓഫ് മെനി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷണറീസ് ഡസ് നോട്ട് ഫീച്ചർ ഇൻ ഇറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. തേർഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓത്തിനൊക്കെയാണ് പറയുന്നത്. അത് ഏതൊക്കെ വരില്ല എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 80 നോക്കുക. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചോ. 148 to 151 അങ്ങനെ എന്തോ ആണ്. 148 to 151 നോക്കി വെക്കുക. അതാണ് കാൻഡിഡേറ്റ്സ് ഓഫ് ലോക്സഭ ഇലക്ഷനും കാൻഡിഡേറ്റ്സ് ഓഫ് സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷനും ഈ 2 കാൻഡിഡേറ്റ്സിന്റെയും ഓത്ത് അഫർമേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? 3rd ഷെഡ്യൂളിൽ തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും ശരിയാണ്. പിന്നെ ഡൗട്ട് വരാൻ സാധ്യത CO DO ആണ്. സിയുടേത് പറഞ്ഞിട്ടില്ല. സിയുടേതും 3rd ഷെഡ്യൂളിൽ തന്നെയാണ് ഉള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഓത്ത് മാത്രമാണ് ഇതിലില്ലാത്തത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ ഓത്ത് മാത്രമാണ്. നെക്സ്റ്റ്, അത് മാത്രമല്ല പ്രസിഡന്റിന്റെ ഇല്ല, ഗവർണറിന്റെയും ഇല്ല അല്ലെ? ഗവർണറിന്റെയും പ്രസിഡന്റിന്റെയും ഇതിലില്ല കേട്ടോ. 3rd ഷെഡ്യൂളിൽ ഇല്ല. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. നെക്സ്റ്റ് വൺ, ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെന്റ് ആൻഡ് സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഏതിലാ വന്നത്? സിമ്പിൾ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണ് കൊണ്ടുവന്നത് 1976. ഇതാണ് ആക്ച്വലി 48A ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത്. ഓർമ്മയുണ്ടോ? ഇതാണ് 48A. ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെന്റ് ആൻഡ് ടു സേഫ് ഗാർഡ്
ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. 48 എന്ന് പറയുന്നത് കൗ സ്ലോട്ടർ മാത്രമായിരുന്നു, അതിന്റെ പ്രൊവിഷൻസ് ആണ് പറയുന്നത്. 48 A എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് എൻവയോൺമെന്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. 82nd question, which of the following describes the correct procedure prescribed in the Indian Constitution for the revocation of state emergency operational in a state? State emergency ഒരു സ്റ്റേറ്റിൽ ഓപ്പറേഷണൽ ആണെങ്കിൽ അത് റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് പ്രൊസീജിയർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് ബൈ ദ റിട്ടൺ റെക്കമെൻഡേഷൻ ഓഫ് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. അത് വേണ്ട, റിട്ടൺ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. ഇറ്റ് ക്യാൻ ഓൺലി ബി റിവോക്ഡ് ബൈ കംപ്ലീറ്റിംഗ് ഇറ്റ്സ് ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ റിവോക്ക് ചെയ്തിടുന്നൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് ബൈ ദ സബ്സിക്വന്റ് പ്രൊക്ലമേഷൻ ദ പ്രസിഡന്റ്. ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് ബൈ പാസിംഗ് ബിൽ ഇൻ ദ രാജ്യസഭ. അത് വേണമെന്നില്ല. സോ ആൻസർ സി. പ്രസിഡന്റിന് ചുമ്മാ വിചാരിച്ചാൽ തന്നെ ആക്ച്വലി എന്ത് ചെയ്യാം, അത് റിവോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റേറ്റ് എമർജൻസി കേട്ടോ, സ്റ്റേറ്റ് എമർജൻസി റിവോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആലോചിക്കേണ്ടത് സ്റ്റേറ്റ് എമർജൻസി, അതായത് 352, 356, 360, 358, 359, 352 വരുന്ന സമയത്ത് ഇതിനകത്ത് ഏതാണ് വരിക, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഫിനാൻഷ്യൽ എമർജൻസി സമയത്ത് പാസ്സാവുന്ന ബില്ലുകൾ, അതിന്റെ ഡ്യൂറേഷൻ എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു നോക്കാം കേട്ടോ. ആർട്ടിക്കിൾ 352, 6, 60. ഓക്കെ, 60 ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 356 ആണ് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 352 ഒന്ന് നോക്കാം കേട്ടോ. 352 ആണ് നാഷണൽ എമർജൻസി. ഓക്കെ, 83rd ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് എന്ന് പറയുന്നത്, towards the end of 1980s and the beginning of 1990, the Indian economy faced a balance of payment crisis. അല്ലെ, ശരിയാണ്. 1991 ക്രൈസിസ് അറിയാലോ, എക്കണോമിക് ക്രൈസിസ് അറിയാം. പിന്നെ എന്താണ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ്? ഇറ്റ് വാസ് ഇൻ ദാറ്റ് backdrop that the financial emergency was imposed for the first time in India. ആണോ? അല്ല, അത് തെറ്റാണ് കേട്ടോ. ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഫിനാൻഷ്യൽ എമർജൻസി ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സോ ഇത് തെറ്റാണ്. സോ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. Statement 1 is correct, but statement second is incorrect. 84th question. Consider the following statements, following constitutional provisions: Preamble, fundamental right, DPSP, FD. How many of the above has been described as the consensus of constitution by Granville Austin? ഇത് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന സമയത്ത് കുറെ തിങ്കേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് ചുമ്മാ ഇട്ടതാണ്, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആവട്ടെ എന്ന് വിചാരിച്ച്. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സിമ്പിൾ ആണത്. 85th ആൻസർ ബി ആണ്. ഓൺലി 2 ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഫണ്ടമെന്റൽ റൈറ്റും 2ഉം 3ഉം മാത്രമാണ് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ഉദ്ദേശിച്ചത്. ഓക്കെ, കണ്ടീഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 86th question. Economic justice as one of the objectives of the Indian Constitution has been provided in the എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. തന്നെ രണ്ടോട്ടായി ചോദിക്കുന്നത് തോന്നുന്നു. പ്രിയാമ്പിൾ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ, എക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രിയാമ്പിളിലും പറയുന്നുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലും പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 87th question. 44th amendment ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക കേട്ടോ, ബാക്കിയുള്ളതും കൂടി നോക്കുക. 87th വരുന്നത് ആർട്ടിക്കിൾ 38. Article 38 was added, which states that state to secure a social order for the promotion of welfare of the people എന്ന് പറയുന്നുണ്ട്. 87th ഫസ്റ്റ് വൺ പറയുന്നുണ്ട്. അതെന്താണ്? അത് കറക്റ്റ് ആണ്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ പ്രൊവിഷൻസ് ദാറ്റ് എക്സംപ്റ്റഡ് ദ ഇലക്ഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ ഫ്രം ജുഡീഷ്യൽ റിവ്യൂ. ഇതെന്താണ്? ഇത് തെറ്റാണ്. ഇത് 42nd-ലാണ് ആക്ച്വലി. ഇത് 44th അല്ല. ഇറ്റ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊവിഷൻസ് ടു ലിമിറ്റ് പാർലമെന്റ്സ് പവർ ടു extend the proclamation issued under Article 356 beyond 1 year. അതെ, കറക്റ്റ് ആണ്. 1 year ശേഷം അതിന്റെ പ്രൊവിഷൻസ് ടു ലിമിറ്റ് പാർലമെന്റ്സ് പവർ ടു എക്സ്റ്റെൻഡ് എ പ്രൊക്ലമേഷൻ ഇഷ്യൂഡ് അണ്ടർ ആർട്ടിക്കിൾ 356 ബിയോണ്ട് 1 year. ആർട്ടിക്കിൾ 356 എന്താണ്? സ്റ്റേറ്റ് എമർജൻസി ആണ്. പ്രസിഡന്റ്സ് റൂൾ എന്ന് പറയും. ഓക്കെ, ആർട്ടിക്കിൾ 31 വാസ് റിമൂവ്ഡ് ഫ്രം ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് റീക്ലാസിഫൈഡ് ആസ് ദി ലീഗൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 300. ഇതെന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്. ഏതാ പറഞ്ഞോ? ബിയോണ്ട് 3 year അല്ലേ, ഒരു 6 മാസം കൂടുന്നു. അങ്ങനെ 6 പ്രാവശ്യമല്ലേ അവർക്ക് അമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ? 6 മാസം കൂടുമ്പം 3 വർഷം വരെ അങ്ങനെയാണ് അമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുക.
ഇതിനകത്ത് ബിയോണ്ട് 1 ഇയർ ബിയോണ്ട് 1 ഇയർ അത് 44th അമെന്റ്മെന്റ് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, 6th എക്സ്റ്റൻഡ് പ്രൊക്ലമേഷൻ അണ്ടർ ഇൻഡ്യൂഷൻ ബിയോണ്ട് 1 ഇയർ. ബിയോണ്ട് 1 ഇയർ അല്ലല്ലോ, ബിയോണ്ട് 6 months അല്ലേ വരാം. സോറി, ബിയോണ്ട് 1 ഇയർ ഇറ്റ് സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഇയർ. യെസ്, അതെ, ബിയോണ്ട് 1 ഇയർ. ആഫ്റ്റർ 1 ഇയറിന് ശേഷം ഓരോ 6 മാസത്തിലും ഇതിന്റെ പാർലമെന്റിന്റെ അപ്രൂവൽ വാങ്ങിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, 87th. Okay, 88th question. The claims of members of scheduled caste and scheduled tribes shall be taken into consideration consistently within the maintenance of efficiency of administration in the making of appointments to services and post in connections with the affairs of union or state. ഇത് പറയുന്നത് ഏതിലാണെന്നാണ് പറയുന്നത്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. നമ്മുടെ ഇലക്ഷന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആർട്ടിക്കിൾ ആണ്. ഇലക്ഷന്റെ ഏതാണ്? ഇലക്ഷൻ്റെ 15 അല്ലേ? 15 ആണ്. അപ്പൊ 16 ആയിരിക്കും. ഓപ്ഷൻ എ ആണ്. നിങ്ങൾക്ക് 324 അറിയാം. 324 ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ ഒക്കെയാണ് പറയുന്നത്. 324ന് ശേഷം വരുന്നതാണ് ആക്ച്വലി ഈ പ്രൊവിഷൻസ് ഒക്കെ. 338, 333 ഒക്കെ. ഓക്കെ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബൽസിനെ കുറിച്ച് പറയുന്നതാണ്. നോക്കുക. സോ അതിനുശേഷം വരുന്ന പാർട്ട് ഏതാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി. പാർട്ട് 15 എന്ന് പറയുന്നത് എലക്ഷൻസ് ആണ്. ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 89th question. Consider the following writs can be issued against administrative authorities എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 89th question ആണ്. നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? അതിനകത്ത് മാൻഡമസും എന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൽ മാൻഡമസും ഹേബിയസ് കോർപ്പസും അതെന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, 3ഉം 4ഉം എന്തായാലും പറ്റും. ഇനി നിങ്ങൾ നോക്ക്, പ്രൊഹിബിഷൻ നോക്ക്. പ്രൊഹിബിഷൻ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? ഒരു ഹയർ ജുഡീഷ്യറി ഒരു ലോവർ ജുഡീഷ്യറിനോട് പറയുന്നതാണ്. അത് ജുഡീഷ്യൽ ഇതിന് മാത്രമേ പറ്റുള്ളൂ, പ്രൊഹിബിഷൻ പറ്റില്ല. ഓക്കെ, ഇനി സെർട്ടിയോററി പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് 89 ഏതാണ് കൊടുത്തിരിക്കുന്നത്? സി ആണ് കൊടുത്തിരിക്കുന്നത്. 1, 3 and 4 ആണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സെർട്ടിയോററി ആദ്യമൊക്കെ ആക്ച്വലി ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിന് പറ്റില്ലായിരുന്നു. പക്ഷെ 1991 ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. Supreme Court's ruled that certiorari can also be issued against administrative authorities that affect individual rights. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത് കേട്ടോ. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ആൻസർ ഓപ്ഷൻ ബി എന്നാണ്. ശരിക്കും ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1991 SCന്റെ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. സെർട്ടിയോററി എന്ന് പറയുന്ന റിട്ട് ആക്ച്വലി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിനെതിരെയും കൂടി പ്രയോഗിക്കാന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി റൂൾ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ സി വന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സെർട്ടിയോററിയും കൂടി ഉണ്ട്. പ്രൊഹിബിഷൻ എന്തായാലും ഇല്ല. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് പറയാം. 89 ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? 1991 ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ പാർട്ടായിട്ട് ഇട്ടതാണ് ക്വസ്റ്റ്യൻ. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. 89th നമുക്ക് പറയാം. അവസാനം ഒന്നുകൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് ആൻസർ കീയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഒന്നുകൂടി വരുത്താം, കുഴപ്പമില്ല. 19th question. Question number 90. As per the rulings of Supreme Court, the freedom of speech and expression as contained in Article 19(1)(a) includes എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്. എന്താണെന്ന് പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. 19 ഒക്കെ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതൊക്കെ അതിനകത്ത് ഉള്ളതാണ് കേട്ടോ. റൈറ്റ് ടു demonstration or picketing but not right to strike, right against imposition of pre-censorship on a newspaper, freedom of silence. ഇത് മൂന്നും ഉള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. റൈറ്റ് ടു സ്ട്രൈക്ക് ഇല്ല, സമരം ചെയ്യാനുള്ള അവകാശം ഇല്ല. ഡെമോൺസ്ട്രേഷൻ ഓർ പിക്കറ്റിംഗ് ആ സാധനം ഉണ്ട്. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് 91st question. Individual rights in the Indian Constitution are ensured through judicial review, Article 32 and 226, affirmative action, civil disobedience rights of people. ഈ 4 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോറി, ഇത് 4 ആണല്ലേ. ഇതൊരു ചേഞ്ച് ആയിട്ട് നോക്കാം. 4 ആണ്. 91st എന്താണ് ആൻസർ വന്നിരിക്കുന്നത്? 91st ലാസ്റ്റത്തെ എന്തായാലും വരില്ല അല്ലെ. സിവിൽ ഡിസൊബീഡിയൻസ് റൈറ്റ്സ് ഓഫ് പീപ്പിൾ, അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടോ? അതെന്തായാലും വരില്ല. ബാക്കിയൊക്കെ വരും. ആൻസർ ഓപ്ഷൻ സി ആണ്. 91st ഓപ്ഷൻ സി. ഓൺലി 3. ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, ആർട്ടിക്കിൾ 32 and 226 ഉണ്ട്,
അഫർമേറ്റീവ് ആക്ഷൻസ്. അഫർമേറ്റീവ് ആക്ഷൻസിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, റിസർവേഷൻസും കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, നെക്സ്റ്റ് 92nd ആണ്. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഈസ് വൺ വിച്ച് എന്നാണ് ക്വസ്റ്റ്യൻ. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഈസ് വൺ വിച്ച് പ്ലേസസ് എഫക്റ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻഡിവിജ്വൽ ലിബർട്ടി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേറ്റ് അതോറിറ്റി. ആണോ? നമ്മൾ നേരത്തെ ഒരേ ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് യു മീൻ ബൈ ലിബർട്ടി എന്നോ, റൂൾ ഓഫ് ലോ. ഓക്കെ, ക്ലെയിംസ് ഓഫ് റൈറ്റ്സിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്ലെയിംസ് ഓഫ് സിറ്റിസൺസ് എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഒരിക്കലും സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ത് ചെയ്യില്ല, റെസ്ട്രിക്ട് ചെയ്യില്ല. സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. അതാ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കിയാൽ മതി. പ്ലേസസ് എഫക്റ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻഡിവിജ്വൽ ലിബർട്ടി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേറ്റ് അതോറിറ്റി എന്ന് പറയില്ല, ഒരിക്കലും പറയില്ല. നെക്സ്റ്റ് വൺ, പ്ലേസസ് എഫക്റ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ലിബർട്ടി. അതാണ് കറക്റ്റ് ആൻസർ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക 92nd. ഇനി 93rd നിങ്ങൾ നോക്കുക. ഒരു മിനിറ്റ്, 93rd നിങ്ങൾ നോക്കുക. രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. an amendment to the constitution of India can be initiated by an introduction of bill in any of the two houses of parliament. അല്ലെ? അത് ശരിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഹൗസിൽ വേണമെങ്കിലും ബില്ല് പ്രസന്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, ഇഫ് സച്ച് an amendment seeks to make changes in the federal character of the constitution, the amendment also requires to be ratified by the legislatures of at least half of the states of India. അതാണ് ശരി കേട്ടോ, അതും ശരിയാണ്. എന്താണ്? if such an amendment seeks to make changes in the federal character of the constitution, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തം സ്റ്റേറ്റിന്റെ പകുതിയിൽ കൂടുതൽ ആൾക്കാരും കൂടി അത് റാറ്റിഫൈ ചെയ്യും കൂടി വേണം കേട്ടോ. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ സി. 94th question, with reference to Indian history, the members of Constituent Assembly from the provinces were. Provinces എന്താണ്? ഡയറക്ട്ലി എലക്ടഡ് ആണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. എലക്ടഡ് ബൈ ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്. ഓപ്ഷൻ സി ആണ്. ഡയറക്ട്ലി എലക്ടഡ് ബൈ പീപ്പിൾ ഒന്നല്ല. പീപ്പിൾസിന് വോട്ടിംഗ് റൈറ്റ്സ് അടക്കം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് പ്രൊവിൻസസിൽ. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. 95th one, which of the following provisions of the Constitution of India have a bearing on education? എഡ്യൂക്കേഷനിൽ ഒരു കാര്യം പറയുന്ന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായി, ബിയറിംഗ് ഓൺ എഡ്യൂക്കേഷൻ ആയി. ഓക്കെ, നോക്കുക. റൂറൽ ആൻഡ് ലോക്കൽ അർബൻ ബോഡീസ് അല്ലെ, 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1993 അല്ലെ, 1992 1993. ഇതിനകത്ത് എന്തായാലും റൂറൽ ആൻഡ് അർബൻ ലോക്കൽ ബോഡീസിൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റീസ് ഒക്കെയാണ് ആക്ച്വലി നിങ്ങളുടെ നാട്ടിലെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗവേണിംഗ് ബോഡീസിലൊക്കെ ഉണ്ടാവും ഓരോ റെപ്രസെന്റേറ്റീവ് കേട്ടോ. അതൊക്കെ ആലോചിച്ച് നോക്കുക. അപ്പൊ അത് ഫസ്റ്റ് ശരിയാണ്. 7th ഷെഡ്യൂൾ എന്താണ്? ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, ലിസ്റ്റ് തേർഡ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ട് അല്ലേ. തേർഡ് വൺ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇല്ലേ, 45 ആർട്ടിക്കിൾ 45 പറഞ്ഞിട്ടുണ്ട്. 5th ഷെഡ്യൂൾ എന്താണ്? ട്രൈബ്സിന്റെ റൈറ്റ്സ് ആണ് പറയുന്നത്. അവിടെ എന്തായാലും എന്ത് പറഞ്ഞിട്ടുണ്ടാവും? എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ആൻഡ് 4. 1, 2, 3 ആൻഡ് 4. അതിനകത്ത് നെക്സ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് 96th ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക. ഓർഗനൈസിംഗ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40 ആണ്. പ്രൊമോട്ടിംഗ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ്, അതും എന്താണ്? അത് 43 ആണ്. ഇത് രണ്ടുമാണ് ആക്ച്വലി എന്ത്? ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. നോക്കുക. സെക്യൂറിംഗ് ഓൾ വർക്കേഴ്സ് റീസണബിൾ ലെഷർ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതെന്തായാലും എന്തായിരിക്കും? അതൊരു സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ ആയിരിക്കും. ഫസ്റ്റ് വൺ, സെക്യൂറിംഗ് ഫോർ സിറ്റിസൺ ഓഫ് ഇന്ത്യ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് അതെന്താണ്? അത് ലിബറൽ പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. ഇത് ലിബറൽ പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. ഇത് ഗാന്ധിയൻ ഫിലോസഫിയാണ്. ഇത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളാണ്. ഇത് മൂന്നും ഒരു ഗ്യാപ്പ്, ഒരു ഇത് വെച്ച് പഠിക്കോട്ടോ. ഒരു തിയറി പാർട്ട് പോലെ പഠിച്ചു വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് മെയിൻസ് ആൻസേഴ്സിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ലിബറൽ പ്രിൻസിപ്പിൾസ്, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, ഈ കാര്യങ്ങൾ നോക്കി വെക്കുക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ എമോങ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ് ലേഡ് ഡൗൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയാമ്പിൾ നിങ്ങൾക്ക് തോന്നും അതെങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്നു. പ്രിയാമ്പിൾ അങ്ങ് ബൈഹാർട്ട് ചെയ്യുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മാക്സിമം ബൈഹാർട്ട് ചെയ്യാൻ നോക്കുക. DPSPയിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ ബൈഹാർട്ട് ചെയ്യുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏകദേശം മനസ്സിലാക്കി വെക്കുക. ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഓരോ ടേംസും എന്താണ്? റിപ്പബ്ലിക് അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി, സോഷ്യലിസം,
സെക്യുലറിസം, ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം, ഈ കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ വെച്ച് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കണം കേട്ടോ. ഫസ്റ്റ് ടെസ്റ്റ് കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ഇത് എന്ന് പറയുന്നത് ഇതായിരിക്കണം. അതേപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ, ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ്, ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 97th എന്താണ്? സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ് ചോദിക്കുന്നത്. 97th ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3 and 4. സെക്കൻഡ് വൺ എന്താണ്? ടു പ്രൊട്ടക്ട് വീക്കർ സെക്ഷൻസ് ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ല, ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലേ. ഓക്കെ, 98th ക്വസ്റ്റ്യൻ, which of the following activities taken during national emergency can continue to operate even after its revocation എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 98th ക്വസ്റ്റ്യൻ ഏതാണ്? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 19 ആണോ? അല്ല, റിവോക്കേഷൻ ചെയ്തതിനു ശേഷം അത് മാറും. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 19 മാറും. ഓക്കെ, പാർലമെന്റ് ലോ ഓൺ എ സ്റ്റേറ്റ് സബ്ജക്ട്, അതും എന്താവും? അതും മാറും കേട്ടോ, അതും മാറും, അത് കണ്ടിന്യൂ ചെയ്യില്ല. എക്സ്റ്റൻഷൻ ഓഫ് ലോക്സഭ ലൈഫ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്താണ്? എക്സ്റ്റൻഷൻ ഓഫ് ലോക്സഭ ലൈഫ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 2 ഓൺലി ആണ് റൈറ്റ് ആൻസർ. Which of the following amendments have made changes in part 3rd of the constitution? അതെന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. 86th Amendment Act അല്ലെ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. അതെന്തായാലും ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. 99th ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പിന്നെ നോക്കുക, ഫസ്റ്റ് അമെന്റ്മെന്റ് അതെന്തായാലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എന്താണ്? 9th ഷെഡ്യൂൾ ടു പ്രൊട്ടക്ട് ദ റിഫോംസ് ആൻഡ് അതർ ലോസ് ഇൻക്ലൂഡഡ് ഇൻ ദ ജുഡീഷ്യൽ റിവ്യൂ അല്ലെ, അതിനകത്ത് എന്തായാലും ആർട്ടിക്കിൾ 31 ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. 24th ചേഞ്ചസ് വന്നിട്ടുണ്ട്. 24th ആർട്ടിക്കിൾ 13 368 ചേഞ്ചസ് വരുത്തിയത്. ആർട്ടിക്കിൾ 13 and 368 ചേഞ്ചസ് വരുത്തിയത്. 91st ചേഞ്ചസ് ഇല്ല കേട്ടോ. 91st പറയുന്നത് 91st ടു ലിമിറ്റ് ദ സൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് അല്ലെ, 15% ആക്കിയത്. ഓർമ്മയുണ്ടോ? 15% ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ലോക്സഭയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ പെർസെന്റേജ്, 15% കേട്ടോ, അത് വരുത്തിയതാണ്. സോ ആൻസർ തേർഡ് വരില്ല, 1, 2 and 4. 1, 2 and 4 ഓപ്ഷൻ സി ആണ്. 99th ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി 100th ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. There are 15 women members in the Constituent Assembly എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ, നമുക്കറിയില്ല. ഇനി സെക്കൻഡ് വൺ നോക്ക്. സെക്കൻഡ് വൺ, ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 gave the Constituent Assembly the status of Dominion Parliament. അത് ശരിയാണ്, ഡൊമിനിയൻ പാർലമെന്റിന്റെ പവർ ആണ്, സ്റ്റാറ്റസ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 made the Constituent Assembly of India a fully sovereign body. യെസ്, കറക്റ്റ് ആണ്. സെക്കൻഡും തേർഡ് എന്തായാലും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കുറച്ച് ട്രിക്കി ആയിരുന്നു. 15 വുമൺ മെമ്പേഴ്സ് തന്നെയാണ് കേട്ടോ, 15 വുമൺ മെമ്പേഴ്സ് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ് ആണ്. ക്ലിയർ ആയിരിക്കുന്നു. ഇനി ഡൗട്ട് ഉണ്ടോ? ഏതേലും ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒന്ന് പറയാവോ? ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ നമ്പേഴ്സ്. 29, 35, 29, 35. ഓക്കെ, പിന്നെ 64, 64ന്റെ മിസ്റ്റേക്ക് ഇതാണ്. 64 ഓൾ ഓഫ് ദി എബവ് ആണ്. ഇൻക്ലൂഡ് ചെയ്യാൻ സാർ, അപ്പൊ ഇതിന്റെ മാർക്ക് ഞങ്ങൾക്ക് ഇത് മാർക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പൊ ആൻസർ റിവൈസ് ചെയ്താല് നിങ്ങൾ മാർക്ക് നോക്കണ്ട. നിങ്ങൾ ആക്ച്വലി ഇതിനകത്ത് വർക്ക് ചെയ്യും, അത് മാത്രം ചെയ്താൽ മതി. മാർക്ക് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അപ്പൊ ഇനി ഏതാണ് പറഞ്ഞത്? ഇനി ഏതാണ്? 75th. 75th. ഓക്കെ, 75th ഓപ്ഷൻ എ ആണ് വരിക. 75th ഓപ്ഷൻ എ ആണ്. 64th ഓപ്ഷൻ എ അല്ല സാർ, ഏതാണ്? നോട്ട് കറക്റ്റ് അല്ലേ? ഓപ്ഷൻ എ ആണ്, പക്ഷെ ആൻസർ കീയിൽ ബി ആണ്. അതെ, അത് മാറ്റാം, അത് ചേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. 64th ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് തെറ്റ് വരുത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ മാർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് മാർക്ക് ഒരാൾക്ക് കുറയുമ്പോൾ എല്ലാവർക്കും കുറയല്ലോ. ചില ആൾക്കാർക്ക് ശരിയായിട്ടുണ്ടാവും, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും അവരുടെ ആൻസർ തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ? 89th ഉണ്ടല്ലേ, സെർട്ടിയോററി. അതിപ്പം ശരിയായല്ലോ. 1991 ജഡ്ജ്മെന്റ് പ്രകാരം അത് അങ്ങനെ ഉണ്ട് കേട്ടോ. സെർട്ടിയോററി അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിനും കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വന്നത്.
78 78 എന്താണ് 78 ആൻസർ 78 കീയില് സി ആണ് ആൻസർ ഉള്ളത്. സി തന്നെയല്ലേ? പക്ഷെ ഫിഫ്ത്ത് ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ട്രൈബൽ ഏരിയാസ് അല്ലല്ലോ. ഷെഡ്യൂൾ ട്രൈബ്സ് ആൻഡ് ഷെഡ്യൂൾഡ് ഏരിയാസ് അല്ലേ? ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ഷെഡ്യൂൾഡ് ഏരിയ അല്ലേ? അത് 6th ഷെഡ്യൂൾ അല്ല, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് വരുന്നത്. ആണോ? അല്ല, 5th ഷെഡ്യൂൾ ആണ് ട്രൈബൽ ഏരിയാസ് വരുന്നത്. എക്സ്പ്ലനേഷനിൽ കറക്റ്റ് ആയി കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആൻസർ വന്നിട്ട് സി എന്നാണ് കൊടുത്തേക്കുന്നത്. സി ആണല്ലോ ആൻസർ അല്ലെ? അത് തിരിഞ്ഞല്ലേ പോയേക്കുന്നത്. 5th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ട്രൈബൽ ഏരിയാസും 78 നോക്കട്ടെ നിങ്ങളുടെ ആൻസർ കീയിൽ എന്താണ്. ഒരു മിനിറ്റ്. 78 5th ഷെഡ്യൂൾ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. 6th ഷെഡ്യൂൾ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, മേഘാലയ ആൻഡ് ത്രിപുര ആൻഡ് മിസോറാം. അതായത് 4 സ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ടാണ് ആ 6th ഷെഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. 5th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ഷെഡ്യൂൾഡ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈബ് ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ട്രൈബൽ ഏരിയാസിന്റെ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രൈബൽ ലാൻഡ്സ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് 5th ഷെഡ്യൂളിലാണ്. അപ്പൊ അത് ശരിയാണ്. അത് ഓക്കെ, അത് വേർഡിങ്സിന്റെ ചെറിയൊരു പ്രശ്നമാണ്, പക്ഷെ അത് ശരിയാണ്. അത് ഓക്കെ. ഹലോ, പറഞ്ഞു. 98ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് പറയണം. 98 എന്തായിരുന്നു ക്വസ്റ്റ്യൻ? Which of the following actions taken during national emergency can continue to operate even after its revocation? അതെന്താണ്? സെക്കൻഡ് മാത്രമല്ലേ? ലോക്സഭയുടെ ലൈഫ് നാഷണൽ എമർജൻസി കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. നാഷണൽ എമർജൻസി കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്, ഇപ്പം നമ്മളിപ്പോ ഒരു ഇയർ നീട്ടി കൊടുത്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പം നാഷണൽ എമർജൻസി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇയർ നീട്ടി. ഓക്കെ, അപ്പം നാഷണൽ എമർജൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയം തന്നെ അത് ഇതാവില്ല. ഓക്കെ, റിവോക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ സമയം തന്നെ അത് എൻഡ് ആവില്ല. അത് അതിന്റെ യൂഷ്വൽ കാലാവധി. ഇപ്പം നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് നവംബർ ആവുമ്പോൾ നാഷണൽ എമർജൻസി റിലീസ് ചെയ്തു എന്ന് വെച്ചോ, അല്ലെങ്കിൽ റിവോക്ക് ചെയ്തു. അപ്പൊ ആ സമയത്ത് ഇപ്പൊ അടുത്ത വർഷം വരെ അതിന്റെ ലോക്സഭയുടെ എക്സ്റ്റൻഷൻ കൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ആവുമ്പോഴേ അത് തീരുള്ളൂ. പക്ഷെ നമ്മുടെ ആ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ഇതെടുത്ത് വെച്ചു എന്ന് വിചാരിച്ചോ, സസ്പെൻഡ് ചെയ്തു എന്ന് വിചാരിച്ചോ, അതൊക്കെ ആ നാഷണൽ എമർജൻസി കഴിയുമ്പോൾ അപ്പൊ തന്നെ എടുത്തു കളയും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. can continue to operate even after its revocation. എന്തൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം? എക്സ്റ്റൻഷൻ ഓഫ് ലോക്സഭ ലൈഫ്, അത് എക്സ്റ്റെൻഡ് ചെയ്യാന്നല്ല, അത് കണ്ടിന്യൂ ചെയ്യും ബാക്കി സമയം കൂടി. ഓക്കെ, ചാറ്റിൽ എന്തെങ്കിലും ഇതുണ്ടോ? 2 year 11 month 18 days കറക്റ്റ് ആണ് കേട്ടോ. 42nd ക്വസ്റ്റ്യൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. 42nd ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Consider the following statement with respect to historical background of Indian polity. പറഞ്ഞാണല്ലോ 42nd. ഫസ്റ്റത്തെ തെറ്റാണ് കേട്ടോ. 42nd ക്വസ്റ്റ്യൻ ചോദിച്ചവരോടാണ് 42nd. നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നോക്കാം. 42nd ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ആർ നോട്ട് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909 അലൗഡ് ഫോർ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ടു ഹാവ് എൻ ഒഫീഷ്യൽ മെജോറിറ്റി ആണ്. അല്ല കേട്ടോ, അത് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് മാത്രമാണ് അവിടെ മെജോറിറ്റി ഉണ്ടായിരുന്നത്. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ഒഫീഷ്യൽ മെജോറിറ്റി ഇല്ല. ഓക്കെ, അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് തെറ്റാണ്. ഇനി സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് വൺ ശരിയാണ്. 1861 പ്രൊവൈഡഡ് ഫോർ നോമിനേഷൻ ഓഫ് ഇന്ത്യൻസ് ആസ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഓഫ് വൈസ്രോയ്സ് കൗൺസിൽ, ശരിയാണ്. പിന്നെ എന്താണ്? തേർഡ് വൺ എന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 ഇൻക്രീസ് ദ നമ്പർ ഓഫ് അഡീഷണൽ മെമ്പേഴ്സ്. ഓക്കെ, known as only retired official majority to have a non-official majority. 1961 beginning of representative nominated 3 members, provided for nomination of 3. Okay, 42nd കൂടി ഒന്ന് നോക്കാട്ടോ. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ്, അത് ഞാൻ പറയാം. 42nd കൂടി ഒന്ന് പറയാം. 42nd. ഓക്കെ,
ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഒന്നല്ലേ സെപ്പറേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ പുതിയ ആൻസർ കീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? സർ 84th ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ്. 84th one. 84th one. Indian Federation is indestructible union of indestructible states. American Constitution, American Federation is indestructible union of destructible state. ഇത് തിരിച്ചിടുകയല്ലേ ചെയ്തത്? 84th തിരിച്ചിടുകയാണ് ചെയ്തത് അല്ലെ? നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തിരിച്ചിട്ടാണ് ചെയ്തത്. നമുക്കറിയാം നമ്മുടേത് എന്താണ്? ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് എ ഡിസ്ട്രക്ടബിൾ ഇൻഡിസ്ട്രക്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്ടബിൾ സ്റ്റേറ്റ്സ് ആണ്. ഇൻഡിസ്ട്രക്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്ടബിൾ സ്റ്റേറ്റ് ആണ്. അമേരിക്കൻ ഫെഡറേഷൻ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഡിസ്ട്രക്ടബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്ടബിൾ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, സോറി, നേരെ തിരിച്ചാണ്. ഡിസ്ട്രക്ടബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്ടബിൾ സ്റ്റേറ്റ് ആണ്. നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എനി അതർ ഡൗട്ട്? 87th ക്വസ്റ്റ്യൻ. 87th എന്തായിരുന്നു? 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അല്ലേ? 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. 87th ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ്, third, it introduced new provisions to limit the parliament's power to extend a proclamation issued. Yes, അത് ശരിയാണ്. 1 year. Article 31 was removed from the fundamental rights. Yes, അതും ശരിയാണ്. സെക്കൻഡ് ആണ് തെറ്റ്. It introduced provisions that exempted the election of prime minister from the judicial review. അത് ആർട്ടിക്കിൾ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആണ് അല്ലേ? ബാക്കി മൂന്നും 44th ആണല്ലോ. എനി അതർ ഡൗട്ട്? ഓക്കെ ആണോ? നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന്റെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെയുള്ള പോർഷൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഓക്കെ, ഇതുവരെയുള്ള പോർഷൻസ് കംപ്ലീറ്റ്ലി കവർ ചെയ്തിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനത്തെ ബുക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് വായിക്കുക. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന തീം സ്പെസിഫിക് ആയിട്ട് എടുത്ത് വായിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ബേസിക് സ്ട്രക്ചർ, ബിയോണ്ട് 3 years വരുന്നത്. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന, ഒരു മിനിറ്റ്. 87th ബിയോണ്ട് 3 years വരില്ലേ സ്റ്റേറ്റ്മെന്റ് തേർഡിൽ? യെസ്, ബിയോണ്ട് 3 years ആണ് വരിക. പക്ഷെ 1 yearന് ശേഷം 6 months ഇത് വാങ്ങിക്കൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്ക്, ഇറ്റ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊവിഷൻസ് ടു ലിമിറ്റ് പാർലമെന്റ്സ് പവർ ടു എക്സ്റ്റെൻഡ് എ പ്രൊക്ലമേഷൻ ഇഷ്യൂഡ് അണ്ടർ ആർട്ടിക്കിൾ 356 ബിയോണ്ട് 1 year. ബിയോണ്ട് 1 year ആകുമ്പോൾ ഓരോ വർഷവും ഇത് വാങ്ങിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ ഇത് വാങ്ങണം എന്ന് പറയുന്നുണ്ട്. പെർമിഷൻ അല്ലെ, പാർലമെന്റിന്റെ അപ്രൂവൽ വാങ്ങിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് വന്ന് ചേഞ്ച് തോന്നുന്നു. ഓക്കെ അല്ലേ? അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ. 44th അമെൻമെന്റ് ഒന്ന് വായിച്ചു നോക്കണേ.